ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വർഷത്തിൻ്റെ 11ാമത്തെ മാസത്തിലെ രാത്രിയിലെ പ്രാർത്ഥനയിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ എല്ലാ രാത്രി പ്രാർത്ഥനകളും ദൈവം വായിച്ച് ധ്യാനിച്ച് ചിന്തിക്കാറുണ്ട്. ഇന്ന് രാത്രിയിലും ദൈവന ചിന്തയ്ക്കായി 72-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാം വാക്യം വായിച്ചുകൊണ്ട് തുടർന്നുള്ള അല്പസമയം ദൈവന ചിന്തയ്ക്കായി ആഗ്രഹിക്കുന്നു. ഞാൻ വചനം ഇപ്പോൾ നമുക്കറിയാവുന്ന വചനമാണ്. ഞാൻ അതെടുത്ത് വായിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രായേലിൻ്റെ ദൈവമായി ഈ യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രായേലിൻ്റെ ദൈവമായി യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആരാണ് ഈ ഇസ്രായേലിൻ്റെ ദൈവം എന്ന് അതിൻ്റെ മുകളിലുള്ള ഭാഗങ്ങളിൽ എഴുതി രേഖപ്പെടുത്തി. യിശായി പുത്രനായിരിക്കുന്ന ദാവീദിൻ്റെ പ്രാർത്ഥനകൾ അവസാനിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ്. അവൻ്റെ പ്രാർത്ഥനയിൽ പ്രധാനമായും ഉൾക്കൊണ്ടിരുന്ന ക്രിസ്തുവിനെയാണ്. അപ്പോൾ ആരാണ് ഈ യേശുവിൻ്റെ ആരായിരുന്നു ഈ താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ മുകളിലുള്ള ഭാഗങ്ങൾ വായിച്ചാൽ നമുക്കത് 72 സങ്കീർത്തനം മുഴുവൻ വായിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കുന്നു. ഇത് എഴുതിയിരിക്കുന്നത് ശലോമോനാണ്. ശലോമോൻ തൻ്റെ പിതാവിൻ്റെ പ്രാർത്ഥന താൻ കേട്ടിട്ടുണ്ട്. മക്കൾക്ക് അറിയാം അപ്പന്മാരുടെ പ്രാർത്ഥനയുടെ വിഷയം എന്താണ്. അപ്പോൾ ശലോമോൻ എഴുതുകയാണ്. എന്നിട്ട് ആരുടെ കാര്യം പറഞ്ഞ് എഴുതിയിരിക്കുന്നത് ഈ യിശായി പുത്രനായിരിക്കുന്ന ദാവീദിൻ്റെ പ്രാർത്ഥനകൾ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ അവസാനം താൻ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പായി, ദാവീദ് മാറ്റപ്പെടുന്നതിന് മുമ്പായി ശലോമോനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചപ്പോഴും അതിൻ്റെ അകത്തെല്ലാം ഇസ്രായേലിൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് തൻ്റെ മകന് പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് ശലോമോൻ സങ്കീർത്തനം 72-ാം സങ്കീർത്തനം എഴുതിയപ്പോൾ അതിൻ്റെ അകത്ത് അവന് പിതാവ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചു. അവനറിയാമായിരുന്നു ഈ ശലോമോൻ നിദാനമായി നിൽക്കുന്നത് പിതാവാം ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ്. ദൈവം ഈ ശലോമോനോടുള്ള ബന്ധത്തിൽ അവനെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്നെന്നും അതിനുള്ള ബന്ധത്തിൽ അപ്പനും മകൻ നമ്മൾ ബന്ധത്തെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ ആരാണ് പുത്രൻ എന്ന് വെളിപ്പെടുത്തി അതിനകത്ത് ഭാഗങ്ങൾ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാകുന്ന വെളിപ്പെടുത്തുന്നു. അതിൻ്റെ 1-2 ഭാഗങ്ങൾ വായിച്ച് ഞാനത് തെളിവിനായിട്ട് വേഗത്തിൽ വെളിപ്പെടുത്താൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. അതിൻ്റെ 72-ാം സങ്കീർത്തനത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ നാമം എന്നേക്കും ഇരിക്കും, അവൻ്റെ നാമം സൂര്യനുള്ളിടത്തോളം നിലനിൽക്കും, മനുഷ്യർ അവൻ്റെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും, സകല ജാതികളും അവനെ ഭാഗ്യവാൻ എന്ന് പറയും. ഇത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ശലോമോൻ ദാവീദിന്റെ പ്രാർത്ഥനകളെ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയപ്പോൾ യേശു ക്രിസ്തു ആരാകുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുക. ഇതിനകത്ത് വായിക്കുമ്പോൾ നമുക്ക് ഒരു സംശയമൊക്കെ ഇതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ യേശുവിൻ്റെ നാമം സൂര്യനുള്ളിടത്തോളം മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നുള്ള ചോദ്യം കൂടെ ഉയരാം. ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അവൻ്റെ നാമം എന്നേക്കും ഇരിക്കും, അവൻ്റെ നാമം സൂര്യനുള്ളിടത്തോളം നിലനിൽക്കും, മനുഷ്യർ അവൻ്റെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും, സകല ജാതികളും അവനെ ഭാഗ്യവാൻ എന്ന് പറയും. ഈ സൂര്യനുള്ളിടത്തോളം മാത്രമേ ഉള്ളൂ. അതിന് മുകളിൽ പറഞ്ഞിരിക്കുന്ന അവൻ്റെ നാമം എന്നേക്കും ഇരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മാവിൽ രചിച്ചിരിക്കുന്നതുകൊണ്ടാണ് തെറ്റില്ലാത്തത്. പക്ഷേ നാം നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് നോക്കിക്കഴിയുമ്പോൾ അത് ശരിയാണോ എന്നുള്ള ചിന്തയൊക്കെ വരും. യേശുവിൻ്റെ നാമം സൂര്യനുള്ളിടത്തോളം കാലമേ ഇരിക്കുകയുള്ളൂ എന്നുള്ള ചിന്ത വരും. ശരിയാണ്. യേശു എന്ന നാമം ഈ ആകാശവും ഭൂമിയും കത്തി എഴുതപ്പെടുന്നതോടുകൂടി യേശു എന്ന നാമം പിന്നീട് കേൾക്കത്തില്ല. അതുകൊണ്ടാണ് വെളിപ്പാട് പറഞ്ഞിരിക്കുന്നത് പിതാവ് വെച്ചിരിക്കുന്ന പുതിയ പേർ അവന് വിളിക്കും, ദൈവവചനം എന്ന പേർ പറയുന്നു എന്ന് വെളിപ്പാട് പറഞ്ഞിരിക്കുന്നു. അപ്പൊ യേശു എന്ന നാമം പാപം നിറഞ്ഞ ഈ മനുഷ്യവംശമുള്ള സമയം മാത്രമേ യേശു എന്ന പേരിന് ആവശ്യകതയുള്ളൂ. യേശു എന്ന പേരിന്റെ അർത്ഥം അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവൻ യേശു എന്ന പേരിടണം. അപ്പോൾ പുതുവാന ഭൂമിയിൽ
പാപമില്ലാത്തത് കൊണ്ട്, പാപക്ഷമയുടെ ആവശ്യമില്ലാത്തത് കൊണ്ട്, വിശുദ്ധിയുടെ രാജ്യമാണ് വരാനുള്ളത്, വരുവാനുള്ള ലോകം ആയതുകൊണ്ട് യേശു എന്ന പേരിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ കർത്താവിന്റെ ഒന്നാമത്തെ വരവ് മുതൽ ഒടുക്കത്തെ നാൾ വരെ സൂര്യനുള്ളിടത്തോളം അവന്റെ നാമം നിലനിൽക്കും എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം, ഇപ്പോഴത്തെ ആകാശഭൂമി കത്തി അഴിയപ്പെടും. അതോടുകൂടി യേശു എന്ന നാമം പിന്നീട് വരുവാനുള്ള ലോകത്തിൽ ആവശ്യമില്ല. കാരണം യേശു എന്ന പേരിന്റെ അർത്ഥം എന്താണ്? പാപങ്ങളെന്ന് അവനെ രക്ഷിക്കാനിരിക്കുന്നുണ്ട്, നീ അവന് യേശു എന്ന് പേരിടണം. അപ്പോൾ പാപം ഇല്ലാത്തത് കൊണ്ട് പിന്നെ ആ പേരിന് ആവശ്യമില്ല. അതുകൊണ്ടാണ് പുതിയ പേര് ദൈവവചനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് നമുക്കൊക്കെ ഇപ്പോൾ ഓരോ പേരുകളുണ്ട്, എന്നാൽ പുതിയ പേര് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. പുത്തനാം ജെറുസലേമിൽ വാഴുവാൻ വരുവാനുള്ള ലോകത്തിൽ നമുക്ക് ദൈവം ഇടുന്നത് പുതിയ പേരായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അവന്റെ നാമം എന്നേക്കും ഇരിക്കും. എന്നാൽ ആ പേര് യേശു എന്ന നാമം മാറിയാൽ, ഞാൻ പറഞ്ഞല്ലോ, യേശു എന്ന നാമം ഈ ഭൂമി ആകാശം കത്തി എഴിയപ്പെടുമ്പോൾ, ഇപ്പോഴത്തെ സൂര്യചന്ദ്രാദികളൊക്കെ കത്തി എഴിയപ്പെട്ട് കഴിയുമ്പോൾ യേശു എന്ന പേരിലല്ല പിന്നീട് അറിയപ്പെടുന്നത്. അവന്റെ നാമം, അത് പിതാവാം ദൈവം തന്നിരിക്കുന്ന പുതിയ പേരാണ് അവനെ വിളിച്ചിരിക്കുന്നത് എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ 19 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യന്റെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും എന്ന് യേശുവിന്റെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കുന്ന നാമമാക്കി മാറ്റി. ശ്രേഷ്ഠമേറിയ നാമം യേശുവിന്റെ നാമം അനുഗ്രഹത്തിന്റെ നാമമാണ്. നാം അവന്റെ നാമം ചൊല്ലിയാണ് അനുഗ്രഹിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കപ്പെടട്ടെ എന്ന് ഇന്ന് നാം ദൈവത്തിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹമുണ്ട്. യേശുവിന്റെ നാമം പാപക്ഷമയുടെ നാമമാണ്. ക്രിസ്തു യേശുവിന്റെ ആ നാമം ചൊല്ലി അനുഗ്രഹിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. അപ്പോൾ അവന്റെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും. അന്യോന്യം അനുഗ്രഹിക്കുവാൻ ഒരു നാമം നമുക്ക് തന്നിരിക്കുന്നത് ക്രിസ്തു യേശുവിന്റെ നാമമാണ്. ഇന്ന് രാത്രിയിലും നമുക്കറിയാം, നാം അന്യോന്യം യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ചാണ് പ്രാർത്ഥന പിരിയുന്നത്. ക്രിസ്തുവിന്റെ നാമം അനുഗ്രഹത്തിന്റെ നാമമാണ്. സകല ജാതികളും അവനെ ഭാഗ്യവാൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം, ദൈവസഭയെ കണ്ടുകൊണ്ട് ശലോമോൻ രേഖപ്പെടുത്തിയിരിക്കുക. സകല ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വിളിച്ചു ചേർക്കപ്പെട്ട ദൈവസഭയെ കണ്ടുകൊണ്ടാണ് സകല ജാതികളും അവനെ. എന്നാൽ എല്ലാ ജാതികളിൽ നിന്നും ഒരു ജാതിയാക്കി നമ്മെ മാറ്റിയപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അവനാണ് അനുഗ്രഹത്തിന് കാരണഭൂതൻ. അവൻ എത്രയോ വലിയ നന്മയാണ് ചെയ്തത്. അവൻ ലോകത്തിൽ വന്നത് ഭാഗ്യമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്. ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പറയാണ്, താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രായേലിന്റെ ദൈവമായ യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ എന്താണ് ഈ താൻ മാത്രം ചെയ്യുന്ന അത്ഭുതങ്ങൾ എന്നുള്ളതാണെന്ന് രാത്രി നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. അത്ഭുതങ്ങൾ പലരും ചെയ്യും. രോഗസൗഖ്യങ്ങളുണ്ടാകും, അത് പല വിധത്തിലുള്ള സൗഖ്യങ്ങളുണ്ടാകും. പക്ഷെ അതിന്റെ പിറകിലെല്ലാം ദൈവമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പല വിധത്തിലുള്ള സൗഖ്യങ്ങളുണ്ട്. ഇനി ഈ അത്ഭുതങ്ങളുടെ വിഷയത്തിലേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് വളരെയധികം നാം ചിന്തിക്കണം. ഇനി വരാൻ പോകുന്ന കാലങ്ങളൊക്കെ ഈ ഒരു വചനം ചിന്തിക്കുമ്പോൾ, താൻ മാത്രം അത്ഭുതം ചെയ്യുന്നവനായെന്ന് പറയുമ്പോൾ, വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, വരുന്ന നാളുകളിൽ നിലനിൽക്കണമെങ്കിൽ, വരാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമില്ലെങ്കിൽ വല്ലാതെ തെറ്റിപ്പോകും. കാരണം ദൈവസഭയിൽ നടക്കുന്ന അത്ഭുതങ്ങളെക്കാൾ വലിയ അത്ഭുതങ്ങളുടെ ഒരു കാലം വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ, അന്നും സഭയുടെ ശേഷിപ്പുണ്ടാകും. ദൈവത്തിന്റെ സഭ എടുക്കപ്പെട്ട ശേഷമായി ഇവിടെ സുവിശേഷത്തിന്റെ ശേഷിപ്പുണ്ടാകും. കർത്താവ് രണ്ടാമത്തെ വരവ് വരെ ഇവിടെ സുവിശേഷത്തിന്റെ ശേഷിപ്പ് ഉണ്ടായിരിക്കും. വിവിധ നിലവാരങ്ങളുള്ളവർ ഓരോ കാലഘട്ടത്തിലുള്ളവരുടെ കാണും. കുഞ്ഞാന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെടേണ്ടവർ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും. അവരാണ് വൃതന്മാരായിട്ട് കർത്താവിന്റെ രണ്ടാമത്തെ വരവ് എടുക്കപ്പെടേണ്ടത്. അപ്പോൾ സുവിശേഷം കർത്താവിന്റെ വരവോടുകൂടി നിന്നു പോകുന്നില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ തന്നെ അതിന്റെ കാല ലക്ഷണങ്ങൾ കണ്ട് തുടങ്ങി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കാൻ തുടങ്ങി. വെളിപ്പാട് പുസ്തകം 13 അധ്യായം 13 വാക്യം പറയുന്നത്, അത് മനുഷ്യർ കാണുക
ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന് മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. ഇവിടെ കള്ളപ്രവാചകനിലൂടെ വ്യാപരിക്കുന്ന ആ പൈശാചിക ആത്മാവിന്റെ വ്യാപാരത്തെക്കുറിച്ചും അത് എന്തായിരിക്കും എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന പരിശുദ്ധാത്മാവ് തെറ്റിച്ചു കളയല്ല, നമ്മെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി വലിയ ഭാഗ്യമാകുന്ന രക്ഷയിലേക്ക് മനുഷ്യനെ നയിക്കുമ്പോൾ നേരെ മറിച്ച് വിപരീതമായിരിക്കുന്ന എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് അത് വ്യാപരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മനുഷ്യർ കാണുക ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് തീയിറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന് മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് ഇവിടെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ വേണ്ടി, തെറ്റിപ്പോകുവാൻ വേണ്ടി, തെറ്റിച്ചു കളയാൻ വേണ്ടി ദിവസങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ദൈവസഭയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ട്. അതൊരിക്കലും തെറ്റിച്ചു കളയാൻ വേണ്ടിയല്ല, പിന്നെയും വിനയപ്പെടുവാൻ വേണ്ടി, താഴുവാൻ വേണ്ടി. ദൈവമേ, അങ്ങാണ് എന്നെ സൗഖ്യമാക്കിയത്, എന്നെ വിടിവിച്ചത്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നെന്ന് പറഞ്ഞുകൊണ്ട് നാം ദൈവത്തിന് മഹത്വം കരേറ്റുന്ന സാക്ഷ്യമാണ് പ്രസ്താവിക്കുന്നത്. എന്നാൽ ഒരു കാലം വരാൻ പോകുന്നു, അങ്ങനെ ഒരു സാക്ഷ്യം പറഞ്ഞ് എളിമപ്പെടുന്ന കാര്യമല്ല, അഹങ്കരിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നീങ്ങാൻ പോകുന്നത്. ഇനി മൃഗത്തോട് തുല്യൻ ആരുള്ളൂ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന രീതിയിലേക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങും. രോഗികളെ സൗഖ്യമാക്കി കാണിക്കും. വേണമെങ്കിൽ മരിച്ചവരെ കൃത്രിമ ശ്വാസം കൊണ്ട് എഴുന്നേൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, വരുവാനുള്ള ആധുനികമായിരിക്കുന്ന മേഖലകളിൽ യേശു ചെയ്ത 46 അത്ഭുതങ്ങളെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് വേദപണ്ഡിതൻ. അപ്പം ഞാനത് എണ്ണി നോക്കിയിട്ടില്ല. 46 അടയാളങ്ങൾ എഴുതാത്ത നിരവധി അത്ഭുതങ്ങൾ അടയാളങ്ങൾ യേശു ചെയ്തിട്ടുമുണ്ട്. എന്നാൽ 46 അടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനത് നോക്കിയിട്ടില്ല, അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയപ്പോൾ. അപ്പോൾ അങ്ങനെ ഈ 46 അടയാളങ്ങൾ യേശു ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ഈ ദിവസങ്ങളിൽ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കാൻ വേണ്ടി സജ്ജമായിക്കൊണ്ടിരിക്കുന്ന പൈശാചിക ലോകം അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെ കരുക്കൽ നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ച ദൈവമക്കൾ പരിശുദ്ധാത്മാവിൽ ദൈവകൃപയാപരിപ്പാൻ, അതെ നാം പ്രാർത്ഥിക്കുന്നത് പോലെ തലമുറകളുടെ മേൽ, നമ്മുടെ മേൽ തെറ്റിച്ചു കളയുന്ന ആത്മാവ് വരാതെ യഥാർത്ഥമായി ബോധം വരുത്തുന്ന ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാൻ കഴിവുള്ള ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലും നമ്മുടെ തലമുറകളിലും വ്യാപരിക്കാൻ വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ദിവസങ്ങളിൽ ഇതിനെ മനസ്സിലാക്കിയെടുക്കുമ്പോൾ താൻ മാത്രം ചെയ്യുന്ന അത്ഭുതങ്ങൾ അത് സാധാനിക്കാൻ കഴിയത്തില്ല. അപ്പൊ അതെന്താണെന്ന് ഇന്ന് രാത്രി ഞാൻ വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുകയാണ്. എന്താണ് പിശാചുക്കൾക്കോ പൈശാചിക ശക്തികൾക്കോ മറ്റുള്ളവർക്കോ ആർക്കും ചെയ്യാൻ കഴിയാത്ത അത്ഭുതങ്ങൾ എന്തൊക്കെ എന്നുള്ളതിന്റെ ചുരുക്കമായിട്ടുള്ള സന്ദേശം നൽകുവാനൊക്കെ താല്പര്യപ്പെടുന്നു. ബാക്കിയുള്ളതൊക്കെ ചെയ്തു കൂട്ടും. ഞാൻ പറഞ്ഞല്ലോ, രോഗസൗഖ്യമുണ്ടാക്കും, ഭൂതങ്ങളെ പുറത്താക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ നടക്കും, മനുഷ്യന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന രഹസ്യങ്ങൾ വിളിച്ചു പറയും. അങ്ങനെ പലതും നടക്കും. എന്നാൽ താൻ മാത്രം ചെയ്യുന്ന അടയാളങ്ങളുണ്ട്. അത് അവന് മാത്രമേ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. അതിലാണ് ദൈവമക്കൾ വിശ്വസിക്കേണ്ടത്. ഏതിലാ വിശ്വസിക്കേണ്ടത്? യേശു മാത്രം ചെയ്യുന്ന അടയാളങ്ങളിലാണ്, അതിൽ ദൈവം മാത്രം ചെയ്യുന്ന, അവന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന അടയാളങ്ങളിലും അത്ഭുതങ്ങളിലുമാണ് നാം വിശ്വസിക്കേണ്ടത്. സൈന്യത്തെ പുറപ്പെടുവിച്ചുകൊണ്ട് വന്നപ്പോൾ ദൈവം മാത്രം ചെയ്യുന്ന അടയാളങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തു, മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തത്. ഫറവോനും കൂട്ടരും ശക്തിയുള്ളവരാ, പക്ഷേ അവർക്ക് ചെയ്യാൻ കഴിയാതിരുന്നു. അവർ വിചാരിച്ചത് നടക്കത്തില്ലെന്ന്. ഇവര് ചെങ്കടലിൽ എങ്ങനെ മറുകര പോകും? ഇവർക്ക് പോകേണ്ടത് വാഗ്ദത്ത ദേശത്തേക്കല്ലേ, കനാൻ ദേശത്തേക്കല്ലേ. അതുകൊണ്ട് ഇവർ ഈ വഴി പോയതുകൊണ്ട് ഇതിലൂടെ പോകുമ്പോൾ ചെങ്കടൽ കടക്കാൻ കഴിയത്തില്ല എന്നുള്ള
ചിന്തയോടുകൂടിയാണ് അവർ പോയതെങ്കിൽ താൻ മാത്രം അതിശയം പ്രവർത്തിക്കുന്ന ദൈവമായി ചെങ്കടലിനെ വറ്റിച്ച് മറുകര കടത്തിയെങ്കിൽ, യോർദാൻ കവിഞ്ഞൊഴുകിയപ്പോൾ അതിനെ 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 വേർപിരിച്ചു നിർത്തി അപ്പുറം കടത്തി അവിടെ കനാനിൽ എത്തിക്കുമെന്ന് പറഞ്ഞാൽ എത്തിച്ചിരിക്കും. ഒരു തലമുറ 40 സംവത്സരം ചത്തൊടുങ്ങി പോയാലും ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറപ്പെടാതെ പോകുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ വചനം, ദൈവവചനം, അത് എന്ത് പറഞ്ഞിരിക്കുന്നുവോ അത് നിവൃത്തീകരിക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തോടെ വേണം ഈ രാത്രിയിൽ നാം ദൈവത്തിനായിരിക്കാനായിട്ട്. കഥ പറഞ്ഞാൽ അത് നടന്നിരിക്കും. എങ്ങനെയാണുള്ളത്? അസാധ്യമായ കാര്യങ്ങളാണെങ്കിൽ സാധ്യമാക്കി തീർക്കുന്നതാണ് ദൈവം. പഴയ നിയമത്തിൽ നിരവധി അത്ഭുതങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ എടുത്ത് ചിന്തിച്ചാൽ എത്രയോ അത്ഭുതങ്ങളാണ്. സാറയുടെ ഗർഭപാത്രം തുറന്നത്, ഹന്നായുടെ ഗർഭപാത്രം തുറന്നത്, അങ്ങനെ നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവവചനമാണ് വേദപുസ്തകത്തിന്റെ പ്രാരംഭമുള്ളതായ ഭാഗങ്ങൾ. അപ്പൊ അങ്ങനെ നിരവധി അത്ഭുതങ്ങളുണ്ട്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുണ്ട്. എന്നാൽ അതൊക്കെയും ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് പലതും മെഡിക്കൽ ശാസ്ത്രം കൊണ്ട് ചെയ്തെടുക്കുവാൻ കഴിയും. അത് ഒരു പരിധി വരെ മുമ്പോട്ട് പോകുന്ന കാലഘട്ടത്തിലായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെ നിൽക്കുമ്പോൾ ദൈവത്തിനും മാത്രം ചെയ്യാൻ പറ്റുന്ന അത്ഭുതത്തെക്കുറിച്ച് രാത്രിയിൽ വേഗത്തിൽ ഞാൻ 1, 2, 3, 4 കാര്യങ്ങൾ വേഗത്തിൽ വെളിപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്. എന്താണ് യേശു മാത്രം ചെയ്ത അത്ഭുതം? താൻ മാത്രം എന്താണ് ചെയ്ത അത്ഭുതം എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിന്റെ ജനനം ഒരു അത്ഭുതമാണ്. ക്രിസ്തു ജനിച്ചതുപോലെ ആരും ജനിച്ചിട്ടില്ല, ആരും ജനിക്കത്തുമില്ല. ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 2-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സന്ദേശം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞവർ പറഞ്ഞു, ഇത് വലിയൊരു സംഭവമാണ്, നമുക്കവിടെ പോയി കാണണം എന്ന് പറയുവാടെ തീർന്നു. താൻ മാത്രം അത്ഭുതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, വലിയവനായിരിക്കുന്ന ദൈവം ഒരു മനുഷ്യനായി ലോകത്തിൽ അവതരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതാണ് അത്ഭുതം. അത് ദൈവം മനുഷ്യനായി ലോകത്തിൽ പിറക്കുന്നു എന്നുള്ളത് അതിനേക്കാൾ അത്ഭുതമായിട്ട് മറ്റെന്താണുള്ളത്? അത് നിവൃത്തീകരിക്കപ്പെട്ട കാര്യമാണ്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ ജനിക്കുമോ, അവൻ മരിക്കുമോ, അവൻ പുനരുത്ഥാനം പ്രാപിക്കുമോ, ഉയർത്തെഴുന്നേൽക്കുമോ, സ്വർഗാരോഹണം ചെയ്യുമോ, വീണ്ടും വരുമോ എന്നുള്ള വിഷയങ്ങളാണ് യഥാർത്ഥമായിട്ടുള്ള അത്ഭുതങ്ങൾ. അത് ലോകത്തിന് മനസ്സിലാകാതിരിക്കുമ്പോൾ ദൈവജനത്തിന് അറിയാം, ഈ അത്ഭുതങ്ങൾ ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അത് വിശ്വസിക്കുന്ന ഞാനും പലർക്കും ഒരു തീരുന്നു എന്നോട് ഞാൻ പറയാം. അത്ഭുതം മാത്രം ചെയ്യുന്ന, താൻ മാത്രം ചെയ്യുന്ന അത്ഭുതങ്ങളെ, ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക്, അവരെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത് അവർ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നതാണ്. 71-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു, നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. അന്ന് പഴയ നിയമത്തിന്റെ കാലഘട്ടത്തിൽ ഈ ആസാഫ് മറ്റുള്ളവരൊക്കെ ജീവിതങ്ങൾ എടുത്തു വെച്ച് പഠിച്ച് തൻ്റെ സ്വന്തം ജീവിതത്തിന്റെ അവസ്ഥകളേക്ക് എടുത്ത് പറയാണ്, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. അത്ഭുതവാനായിരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവർ പലർക്കും ഒരത്ഭുതമായിരിക്കും. ഇന്ന് രാത്രി ദേശത്ത് നീ ഒരു അത്ഭുതമായിരിക്കും. സർവശക്തനായിരിക്കുന്ന ദൈവത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവർ മറ്റുള്ളവർക്ക് അത്ഭുതമായിരിക്കും. എന്താണ് അത്ഭുതം? ഇവിടെ 71-ാം അധ്യായത്തിന് മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ജനനത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ, പുതിയ നിയമത്തിൽ നാം എടുത്തു പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വീണ്ടും ജനനത്തെ കുറിച്ചാണ്. പഴയ നിയമത്തിന്റെ അത്ഭുതം ജനനത്തെക്കുറിച്ച്, എങ്ങനെ ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ ഉരുവാകുന്നു എന്നുള്ളത് അത്ഭുതമാക്കി വെളിപ്പെടുത്തുമ്പോൾ, പുതിയ നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പുതിയ നിയമത്തിലെ അത്ഭുതം എങ്ങനെ ഭാവിയായ ഒരു മനുഷ്യൻ വിശുദ്ധനായി ദൈവമകനായി ജനിക്കും എന്നുള്ളതാണ് പുതിയ നിയമത്തിന്റെ അത്ഭുതം. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ സാധിക്കും, ഞാൻ പലർക്കും ഒരു അത്ഭുതമാ, ഞാൻ ജാതീയ പശ്ചാത്തലത്തിലും പാപത്തിന്റെ ചെളിക്കുഴിയിലും കിടന്നതാണെന്നാൽ അത്ഭുതവാനായിരിക്കുന്ന ദൈവം രക്ഷകനായി ലോകത്തിൽ പിറന്നത് മുഖാന്തരമായി, അവൻ മരിച്ചത് മുഖാന്തരമായി, അടക്കപ്പെട്ടത് മുഖാന്തരമായി, ഉയർത്തെഴുന്നേറ്റത് മുഖാന്തരമായി ഞാൻ അവനിൽ വിശ്വസിച്ചത് കൊണ്ട് ഞാൻ ഒരു അത്ഭുതമായി തീർന്നിരിക്കുന്നു.
കഴിഞ്ഞ നാളുകളിൽ പാരമ്പര്യങ്ങളെ പിടിച്ചുകൊണ്ട് നടന്ന അനേകർ അത് വിട്ടിറങ്ങി വരുമ്പോൾ പറയുന്നത് ഒരു അത്ഭുതമാണ്. അതേ, വിശ്വാസി വന്ന് പലരും പറയും ഞാനൊരു അത്ഭുതമാണ്. കാരണം ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വരുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്ത് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഞാനും നിങ്ങളും ഒരു അത്ഭുതമായിരിക്കും. ഇതുവരെയും ആരും അത്ഭുതമായിട്ടില്ലെങ്കിൽ, ഒരു അത്ഭുത സൃഷ്ടിയായിട്ടില്ലെങ്കിൽ, ഇന്ന് രാത്രി ദൈവാത്മാവ് ഹേമിക്കുകയാണ്, നമ്മോട് ആജ്ഞാപിക്കുകയാണത്. നീ ഒരു അത്ഭുതമായി തീരുവാൻ വേണ്ടി. അതേ, അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചത് അത്ഭുതമാ. എന്നാൽ പുതിയ നിയമത്തിന്റെ ഭാഷയിൽ, പുതിയ നിയമത്തിന്റെ ആത്മീയ ചിന്തയിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജനിക്കണം, വീണ്ടും ജനനം പ്രാപിക്കുന്നത് എങ്ങനെയെന്നുള്ളത് നിക്കോദോമസ് ചോദിച്ചപ്പോൾ അവനത് അറിയത്തില്ലായിരുന്നു. അവൻ പറഞ്ഞത്, എങ്ങനെയാണ് അമ്മയുടെ ഉദരത്തിൽ കിടന്ന് വീണ്ടും ജനിക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, നീ അത് ഇസ്രായേൽ ഉപദേശമായിട്ടും അറിയുന്നില്ല. ഇന്ന് അനേക ഉപദേശന്മാർക്ക് ഇതുവരെയും വീണ്ടും ജനനത്തെക്കുറിച്ച് അറിയാതിരിക്കുമ്പോൾ, ജാതികളെന്ന് ദൈവം വലിയവൻ, അവൻ അത്ഭുതവാൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയായിരിക്കുന്ന ക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ വിശ്വസിക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി പറയണം, എൻ്റെ യേശു ഈ ലോകത്ത് ജനിച്ചത് അത്ഭുതമാണ്. അതിനേക്കാൾ വലിയൊരു അത്ഭുതമായിട്ട് ഇന്ന് വരെ ഒരു കാര്യം നടന്നിട്ടില്ല. ആ യേശു ലോകത്തിൽ വന്നത് അതിശയകരമായ കാര്യമാണ്. അവൻ ചരിത്രത്തെ വിഭാഗിച്ചു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ചരിത്രത്തെ വിഭാഗിച്ചതിനേക്കാൾ എന്നെ വിഭാഗിച്ചു, എന്റെ ജീവിതത്തെ മാറ്റിയെടുത്തു. ഭാവിയായിരുന്നു എന്നെ ദൈവത്തിന്റെ മകനും മകളുമാക്കി തീർത്ത ഒരു വേർതിരിവ് എന്നിൽ നടത്തിയ അത്ഭുത പ്രവൃത്തിയാണ് രക്ഷ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ദൈവരക്ഷാകരണമായിരിക്കുന്ന പ്രവൃത്തി എത്ര വലുതാ! അത് ചെയ്തെടുക്കാൻ സാത്താനെ നിനക്ക് കഴിയത്തില്ല, നിന്റെ ദൂതന്മാർക്ക് കഴിയത്തില്ല, പൈശാചിക ലോകത്തിന് ചെയ്യാൻ കഴിയത്തില്ല. അവർക്കത് ചെയ്യാൻ കഴിയാത്തതെന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയും, ഞങ്ങളുടെ ദൈവത്തിന് മാത്രമേ, സ്വർഗത്തിന്റെ ദൈവത്തിന് മാത്രമേ തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് അവൻ മുഖാന്തരമായി മാനവരക്ഷ വരുത്തി, ബോധം വരുത്തി, ഞങ്ങളെ സുബോധമുള്ളവരാക്കി തീർത്ത് ദൈവമക്കളാക്കി, ദൈവപുത്രന്മാരാക്കി തേജസ്സിലേക്ക് എടുക്കുവാൻ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ് അത്ഭുത പ്രവൃത്തി. അത് അവന് മാത്രമേ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. പഴയ നിയമത്തിൽ മർമ്മമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ വെളിപ്പെടുവാനായിട്ട് രോഗസൗഖ്യം എല്ലായിടത്തും നടക്കും. ഭൂതശാന്തി വേണമെങ്കിൽ എല്ലായിടത്തും നടത്തും. വേണമെങ്കിൽ കടലിന്റെ മീതെ വേണമെങ്കിൽ മനുഷ്യൻ നടത്തും. എന്തിനേറെ പറയുന്നു, ഗ്രഹങ്ങളിൽ മനുഷ്യൻ കുടിയേറും, വിവിധ അത്ഭുതങ്ങൾ നടത്തിയെടുക്കും, തീ ഇറങ്ങുമാർ അത്ഭുതങ്ങൾ ചെയ്യും. ഇതൊക്കെ പ്രകൃതിയിലും മറ്റുള്ള പല സ്ഥലങ്ങളിലും പലതും ചെയ്ത് മനുഷ്യനെ വഞ്ചിക്കുമ്പോൾ വഞ്ചിക്കാത്തൊരു അത്ഭുതമുണ്ട്. അത് ദൈവത്തിന്റെ വചനത്തോടെ നടക്കുന്ന അത്ഭുതമാണ്. ഇതാരെയും വഞ്ചിക്കുന്നല്ല, സുവിശേഷമാരെയും വഞ്ചിക്കുന്നതല്ല, അത് ബോധം വരുത്തുന്നതാണ്, അത് ദൈവവിലേക്ക് നയിക്കുന്നതാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം വീണ്ടും ജനം നൽകുന്നതാണ്. മനുഷ്യനെ, ഭാവിയെ മാനസാന്തരപ്പെടുത്തി അവനൊരു അത്ഭുതമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നടക്കാൻ കാരണം വലിയവനായിരിക്കുന്ന ദൈവം ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒരു ശിശുവായി ജനിച്ചു എന്നുള്ളത് എത്ര വലിയ അത്ഭുതമാണ്. അതേക്കുറിച്ച് യശയാപ്രവചനത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതമന്ത്രിയായിരിക്കുന്ന ദൈവം ഭൂമിയിൽ മനുഷ്യനായി പിറന്നതിനെ കുറിച്ചാണ് ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ജനനം അവന് മാത്രമേ അത് ചെയ്യാൻ കഴിയത്തുള്ളൂ. അവൻ മാത്രമാണ് അത്ഭുതം ചെയ്യുന്നവൻ. ഞാൻ പറഞ്ഞല്ലോ, മറ്റു പലതും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുത്ത് മനുഷ്യനെ കളിപ്പിക്കുവാൻ, തെറ്റിച്ചു കളയുവാൻ കഴിയും. സത്യമാർഗത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി പലതും ചെയ്തെടുക്കുവാൻ കഴിയും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവിനും അവനയച്ച പരിശുദ്ധാത്മാവിനും ദൈവത്തിനും മാത്രമേ മനുഷ്യനെ നേർവഴിക്ക് നയിക്കുവാൻ കഴിയത്തുള്ളൂ. അവന്റെ പാപം മാറ്റി അവന് നേർവഴിക്ക് കൊണ്ടുവരുവാൻ യേശുവിനും മാത്രമേ കഴിയുകയുള്ളൂ. അവൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. അവന് മാത്രമേ മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ്, മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിനോ സകലവും സാധ്യം. മനുഷ്യർക്ക് അസാധ്യം, പൈശാചിക മണ്ഡലത്തിന് അസാധ്യം, ഒരു ശക്തിക്കും ചെയ്യാൻ കഴിയാത്തത്, ഇവിടുത്തെ ലോക രാഷ്ട്രങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് യേശുവിന് മാത്രമേ ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്രകാരം താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രായേലിന്റെ ദൈവമായ യഹോവ
യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി പറയണം, എന്റെ പാപത്തിന്റെ രോഗത്തെ ചികിത്സിച്ച് എന്നെ ഭേദമാക്കി മരണമെന്ന നിത്യമരണത്തിൽ നിന്നെ വിടുവിച്ച ആ മഹാവൈദ്യനാണ് അത്ഭുത. ആ വൈദ്യൻ, അവന് അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ എന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നവന്. അതാണ് ഒന്നാമത്തെ അത്ഭുതം. യേശുക്രിസ്തു രക്ഷകനായി ലോകത്തിൽ വന്ന് നമ്മൾ പലർക്കൊരു അത്ഭുതമായി തീർന്നിട്ടില്ലേ? പലരും പറയത്തില്ല, നീ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, ഇപ്പൊ നിനക്കൊരു മാറ്റം വന്നില്ലേ? എന്താണ് നിനക്കൊരു മാറ്റം വരാൻ കാരണം? അത്ഭുത പ്രവൃത്തി ഉണ്ടായി. ക്രിസ്തുവിന്റെ വചനം പ്രവർത്തിച്ചു. ഇരുവായത്തുള്ള വാള് നമ്മുടെ ഉള്ളിലൂടെ വ്യാപരിച്ചപ്പോൾ അത് നമ്മളെ ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം പാപത്തിന്റെ അവസ്ഥയിൽ നമ്മെ മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് കരഞ്ഞപ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ നമ്മെ ശുദ്ധമാക്കി തീർത്ത പുണ്യാക രക്തത്തിന്റെ ശക്തിയാണ് ദൈവത്തിലൂടെ വ്യാപരിക്കുന്നത്, ജീവൻ നൽകുന്നത്. ആ വചനമാണ് ഈ ദിവസങ്ങളിൽ ജഡമായി ഭൂമിയിൽ വന്നുവെന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയത്. നമ്മൾ യോഹന്നാൻ സുവിശേഷത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ വചനമായിരുന്നു, ദൈവമായിരുന്നു. ദൈവം വചനമായിരുന്ന ദൈവം ജഡമായി ഭൂമിയിൽ ജനിച്ചതാണ്, നാം മനുഷ്യരുടെ പാർത്തതാണ്. കഴിഞ്ഞ സമയത്ത് നടന്നതിലെ ഒന്നാമത്തെ അത്ഭുതം, ഏറ്റവും വലിയ അത്ഭുതം. അതിനും പല രീതിയിൽ രോഗസൗഖ്യമുണ്ടായിട്ടുണ്ട്, പല അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്, പല പ്രപഞ്ചത്തിൽ പല അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. മനുഷ്യരിൽ അത്ഭുതം നടക്കും, ഇനിയും നടക്കും. എന്നാൽ യേശു കർത്താവ് മനുഷ്യനായി ലോകത്തിൽ വന്നതാണ് ഏറ്റവും വലിയ അത്ഭുതമായി ചരിത്രത്തിൽ നിൽക്കുന്നത്. അത് വെറും ഒരു ചരിത്രത്തിന്റെ സംഭവമായി എവിടെയെങ്കിലും നിൽക്കുക മാത്രമല്ല, എത്രയോ കോടിക്കണക്കിന് മനുഷ്യരെ ക്രിസ്തുവിന്റെ ജനനം മുഖാന്തരം, യേശു വന്നത് മുഖാന്തരം, ഒന്നാമത്തെ വരവ് മുഖാന്തരമായി പാപത്തിന്റെ അഗാധയിൽ നിന്ന്, പാപത്തിന്റെ ചങ്ങലയിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് നമ്മളിൽ നമ്മളെ സുബോധമുള്ളവരാക്കി ദൈവമക്കളാക്കി തീർത്ത ദൈവപ്രവൃത്തിയാണ് ഏറ്റവും വലിയ അത്ഭുതം. ഒന്നുകൂടെ പറയാം, യേശു ക്രിസ്തു മഹാ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. അവൻ ചെയ്യുന്ന അത്ഭുതം പോലെ ആർക്കും ചെയ്യാൻ കഴിയത്തില്ല. അവനിൽ വിശ്വസിക്കുന്നവരും ഒരു അത്ഭുതമായിരിക്കും. രാത്രി നീ ഒരു അത്ഭുതമാണോ? രാത്രി പറയാൻ സാധിക്കും ഞാൻ അത്ഭുതമാണെന്ന്. അതെ, എൻ്റെ പഴയകാല ജീവിതത്തെക്കാൾ ഇന്ന് രാത്രി പറയണം, എനിക്ക് പ്രത്യാശ തന്ന, എനിക്ക് ഭാവിയെക്കുറിച്ചുള്ള, എന്തിന് ജീവിക്കുന്നുള്ള കണ്ണു തുറന്ന് കാഴ്ചപ്പാട് തന്ന, എന്നൊരു അത്ഭുതമാക്കി വീണ്ടും ജനിപ്പിച്ച എൻ്റെ ദൈവത്തിന് നന്ദി പറയണം. 71-ാം സങ്കീർത്തനത്തിൽ മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനെ കുറിച്ചുള്ള അത്ഭുതത്തെക്കുറിച്ചാണ് പറഞ്ഞെങ്കിൽ, പ്രിയ നിയമവിശ്വാസികളായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും പറയാനുള്ളത്, ക്രിസ്തു മുഖാന്തരം ഞാനൊരു അത്ഭുതമാണ്. എനിക്ക് വീണ്ടും ജനിപ്പാൻ കൃപ തന്നു. ഈ കാലഘട്ടത്തിൽ കൃപായുഗത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾക്ക് പറയാൻ സാധിക്കും, ഞങ്ങളൊരു അത്ഭുതമാ, ദൈവസഭയുടെ അത്ഭുതമാ. അതെ, വിളിച്ചു ചേർക്കപ്പെട്ട പാപത്തിൽ നിന്ന്, പാരമ്പര്യത്തിൽ നിന്ന്, മറ്റുള്ള പല വിഷയങ്ങളിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവസഭ ഒരു അത്ഭുതമാണ്, ദേശത്തിന്റെ അത്ഭുതമാണ്. നിങ്ങളുടെ പേരുള്ള സ്ഥലത്ത് നിങ്ങൾ വിളിച്ചു പറ, ഞാൻ കൂടുന്ന ദൈവസഭ ഒരു അത്ഭുതമാണ്. രണ്ടോ മൂന്നോ പേരെ കൂടുകൊള്ളായിരിക്കും, പക്ഷേ ആ കൂടിവരവിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുണ്ട്. 1000 10,000 കൂടുന്ന പല മെഗാ മീറ്റിങ്ങുകൾ കാണും. പക്ഷെ ദൈവം പറഞ്ഞു, അവിടെയല്ല ദൈവം ഉണ്ടാകുന്നത്. 2 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നത് അത്ഭുത കൂടിവരവാ, വിശുദ്ധിയുടെ കൂടിവരവാ. ആ കൂടിവരവാണ് ദൈവസഭ. എത്ര പേർക്ക് പറയാൻ സാധിക്കും, ഞങ്ങൾ കൂടി വരുന്ന ദൈവസഭ അത്ഭുതമാണെന്ന് പറയുവാൻ ഈ ദിവസങ്ങളിൽ നാം എന്ത് ചെയ്യണം? ഉറക്കെ പറയണം, പ്രാർത്ഥനയിൽ പറയണം. നാം പറയണം, ഞാൻ കൂടി വരുന്ന എന്റെ ദൈവസഭ അത്ഭുതമാ. അവിടെ വരുന്നവരൊക്കെ അത്ഭുതമല്ലേ? അതെ, അത്ഭുതമാ. അത് ലോകത്തിലുള്ളവർക്ക് ചെയ്തെടുക്കാൻ കഴിയത്തില്ല. പലരും വിചാരിക്കുന്ന പൈസ കൊടുത്തും പ്രലോഭിപ്പിച്ചുമാണെന്ന്. അങ്ങനെയല്ല. അത് അത്ഭുതവാനായിരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാ ദൈവസഭ എന്നുള്ളത്.
ലോകത്തിന് മുമ്പിൽ ഒരുപക്ഷെ അവര് നോക്കുന്ന അസൂയ പൂണ്ട് നോക്കും. എന്താണ് സുവിശേഷം, എന്താണ് ദൈവസഭ, എന്താണ് ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് തിരഞ്ഞ് അവർ നോക്കിയാൽ കണ്ടുപിടിക്കാൻ കഴിയത്തിന്റെ അകത്ത് വ്യാപരിക്കുന്നത് ജീവന്റെ ശക്തിയാ, ജീവിപ്പിക്കുന്ന ആത്മാവിൽ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് അത്ഭുതമായിട്ട് തന്നെ നിൽക്കും. ഈ അത്ഭുതത്തിന്റെ സഭകളെ, വ്യക്തികളെ അവരെ തേജോവധം ചെയ്യുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ സാത്താൻ അഴിച്ചുവിടുന്ന എല്ലാ ശക്തികളെയും എല്ലാ അപവാദങ്ങളെയും ഇന്ന് രാത്രിയിലെ പ്രാർത്ഥനയിൽ യേശുവിൻ നാമത്തിനെ ഇല്ലായ്മ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് നന്മ മാത്രം ചെയ്ത് അത്ഭുതം ചെയ്തപ്പോൾ, അവൻ പ്രവർത്തിച്ചപ്പോൾ, അവനെ പകച്ച് അവനെ ഏതു വിധത്തിലും ഇല്ലാതാക്കുവാൻ വേണ്ടി ശ്രമിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ലോകം ദൈവമക്കളെ പകയ്ക്കുന്നുണ്ട്, അപവാദം പറയുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ അങ്ങനെയുള്ള ശക്തികൾക്കെതിരെ നാം ഒന്നിച്ച് പ്രാർത്ഥിച്ചതിനെ ജയമെടുക്കണം. ദേശങ്ങളിൽ ദൈവസഭ, നമ്മുടെ കൂട്ടായ്മകൾ അത്ഭുത വിഷയമായി തീരുവാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ ഇന്ന് ദൈവമാവി രാത്രി നമുക്ക് പ്രചോദനം നൽകുകയാണ്. ഇതൊരു സംഭവം വലുതാണെന്നുള്ളത് ലൂക്കോസ് സുവിശേഷത്തിൽ ആട്ടിടയന്മാരായിരിക്കും സാധാരണക്കാർക്ക് മനസ്സിലായി. അവര് അതേക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിലാണ്. യേശുക്രിസ്തു ജനനത്തെക്കുറിച്ച് ദൂതന്മാർ പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനെ കുറിച്ച് 2-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ചിലർക്കൊക്കെ ഈ ഭാവമൊക്കെ ഡിസംബർ മാസത്തിലേ വരികയുള്ളൂ. പക്ഷെ നമുക്കങ്ങനെയല്ല. നമുക്ക് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും എല്ലാ ദിവസവും പ്രസംഗിക്കാം. നമുക്ക് എല്ലാ ദിവസവും പ്രസംഗിക്കാം. ഡിസംബർ മാസം കാത്തിരിക്കേണ്ട, ഏപ്രിൽ മാസം കാത്തിരിക്കേണ്ട. കാരണം ക്രിസ്തുവിനെ കുറിച്ചുള്ള മെസ്സേജുകൾ അത് എപ്പോഴും നമുക്ക് പ്രസംഗിക്കാം. അതിന് പ്രത്യേക ഒരു മാസമില്ല, കാലമില്ല, ദിവസമില്ല, നേരമില്ല. നമുക്ക് സാന്ത്വനത്തിനായ സ്തോത്രം ചെയ്യാം. ഞാൻ അതിലേക്ക് മുഴുവൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അത് മുഴുവൻ എടുത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പറയാൻ കഴിയത്തില്ല. ബാക്കി കാര്യങ്ങൾ ക്രിസ്തു ദൈവം മാത്രം ചെയ്യുന്ന അത്ഭുതങ്ങൾ എന്താണെന്ന് മുഴുവനൊന്ന് വേഗത്തിലൊന്ന് പറഞ്ഞു പോകേണ്ടതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പറഞ്ഞാൽ ഇത് എന്താണെന്നുള്ളത് 15-ാം വാക്യത്തിൽ 2-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നത്, ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോടറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊരു വാർത്ത, ദൂതന്മാർ സംഗീതം പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് പറഞ്ഞു. ഒരു അത്യുന്നതങ്ങളിൽ സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. ഞാൻ വിചാരിക്കുന്നത് ഈ ലോകത്തിൽ ഏറ്റവും നല്ല പാട്ട് കേട്ടത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഈ ആട്ടിടയന്മാരാണ്. സ്വർഗീയ സൈന്യത്തിന്റെ ഗാനാലാപനം കേട്ടവരാണ് ഈ വെറും പറമ്പിൽ കിടന്നിരുന്ന ആട്ടിടയന്മാർ. അവർ തലേദിവസം കിടന്നപ്പോൾ അങ്ങനെ വിചാരിച്ച് കിടന്നതല്ല. അവര് ആളുകളെ തീറ്റി ഇങ്ങനെ ഉയരത്തിലേക്ക് നോക്കി നക്ഷത്രങ്ങളൊക്കെ നോക്കി കിടക്കുക. കാരണം വെളിയിലല്ലേ കിടക്കുന്ന, വെളിപ്രദേശത്ത് കിടക്കുക. എന്ന് ഞങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകും, ഒരു വീട് തന്നെ ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ച് ചിന്തിച്ച് കിടക്കുക. അന്ന് ആ രാത്രിയിൽ ദൈവത്തിൻ്റെ സൈന്യം അവിടെ ഇറങ്ങുവാനിടയാത്ത ഞാൻ വിചാരിക്കുന്നത് ദൈവത്തെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നു ആട്ടിടയന്മാർ. അവർ കിടന്ന സ്ഥലത്ത് ഒരു ദൂതൻ അവിടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റിമിന്നി. ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ നല്ല ഇടയനായിരിക്കുന്ന ക്രിസ്തു, യഥാർത്ഥ ആട്ടിടയൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ ആടുകളെ കാത്തുകൊണ്ടിരുന്ന ആട്ടിടയന്മാർ അവർ കാവൽ കാക്കുന്ന ഉത്തരവാദിത്വമുള്ള ആട്ടിടയന്മാരായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അവർക്ക് ചുറ്റുമായി തേജസ് മിന്നിച്ചത്. അവർക്ക് കൊടുത്തിരിക്കുന്ന കാര്യം ആ ആടുകൾക്ക് കാവലേർപ്പെടുത്തുവാൻ വേണ്ടി മനുഷ്യനെ കഴിയത്തുള്ളൂ. ആടുകളെ ദുഷ്ടമൃഗങ്ങൾ കടിച്ചു ചിന്നാതിരിക്കുവാൻ, അതിൻ്റെ ആദായം ലഭിക്കുന്നതിനേക്കാൾ ഉപരിയായി അതിനെ കാവൽ ചെയ്യുന്ന ആട്ടിടയന്മാർ എന്നോട് ഞാൻ പറയാം. ആദായത്തിന് വേണ്ടി മാത്രമല്ല ഒരാട്ടിടയൻ ഈ ആടുകളെ സൂക്ഷിക്കുന്നത്. അവന്റെ നിയന്ത്രണത്തിലുള്ള ആടുകളെ മുഴുവനും ഒന്നുപോലും ദീനം വരരുത്, ഒന്നുപോലും ഒടിഞ്ഞു പോകരുത്, ഒന്നുപോലും ബലഹീനമാകരുത്, ഒന്നിനും ഒരു കുഴപ്പമുണ്ടാകരുതെന്ന ചിന്തയുള്ളതാണ് യഥാർത്ഥമായ ആട്ടിടയൻ. അങ്ങനെ ഈ
ആട്ടിൻകൂട്ടത്തിന് കാവൽ കാത്തു കിടന്ന് അവരുടെ അടുത്തേക്ക് യഥാർത്ഥമായിരിക്കുന്ന ഇടയൻ, രക്ഷകനായിരിക്കുന്ന ക്രിസ്തു, ആടുകളുടെ ഉടയവനായവൻ ജനിച്ചപ്പോൾ ഈ ആട്ടിടയന്മാർക്ക് എന്ത് ചെയ്തു? അത് വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി അവർക്ക് ചുറ്റുമായി ദൈവതേജസ് മിന്നുവാൻ ഇടയായിരുന്നു. മറ്റുള്ള ആർക്കും ലഭിച്ചില്ലല്ലോ. എന്തുകൊണ്ടാ ലഭിക്കാതിരുന്ന? നിഴലായിരുന്ന ആട്ടിടയന്മാർ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ ഇവർ അന്നത്തെ ആടുകളെ മേയിച്ച് കിടക്കുന്നവരായിരുന്നു. എന്നാൽ തെറ്റിപ്പോയ മനുഷ്യനായിരിക്കുന്ന ആടുകളെ ഉടയവെങ്കിലേക്ക് തിരിച്ചു വരുത്തുവാൻ വേണ്ടി നമ്മുടെ ദൈവമായിരിക്കുന്ന പിതാവാം ദൈവം തൻ്റെ പുത്രനെ സാക്ഷാൽ ഇടയനായി ലോകത്തിലേക്ക് അയച്ചു എന്നതിൻ്റെ പൊരുളാണ് ഇവിടെ വെളിപ്പെടുത്തുവാൻ ഇടയാറ്റുന്നത്. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു പറയാണ്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. സന്തോഷമല്ല, മഹാസന്തോഷം. മഹായിടയനായിരിക്കുന്ന ക്രിസ്തു ജനിച്ചപ്പോൾ ദൂതൻ പറയുക, ലോകം കാത്തിരുന്ന, പ്രവാചകന്മാർ കാത്തിരുന്ന, പഴയ നിയമത്തിന്റെ അബ്രഹാം ഉൾപ്പെടെയുള്ള സകലവരും കാത്തിരുന്ന വലിയൊരു സന്തോഷ വാർത്ത നിങ്ങളോട് ഞാൻ പ്രഖ്യാപിക്കുക. എന്താണെന്നറിയാമോ? കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ആർക്കത്തവർക്ക് കരം കൊടുത്ത് സ്വാതന്ത്ര്യം ചെയ്യാൻ സാധിക്കും. അന്ന് അവരോടാ പറഞ്ഞെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും പറയണം, എന്നെ അത്ഭുതമാക്കി മാറ്റിയ എൻ്റെ യേശു അന്ന് അത്ഭുതമായി ജനിച്ചതുകൊണ്ടാ ഇന്ന് ഞാൻ ഈ രാത്രിയിൽ ഒരു അത്ഭുതമായിട്ടിരിക്കുന്നത്. ദൈവമകനെന്നും ദൈവമകളെന്നും പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവൻ അത്ഭുതമായി ജനിച്ചതുകൊണ്ട് എനിക്കായി യേശു ജനിപ്പാനിടയാത്തുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. യേശു നിങ്ങൾക്കായി ജനിച്ചു. ഒന്നാമത്തെ കാര്യം പറഞ്ഞു, ഒരു അത്ഭുതമാണ് യേശു നിങ്ങൾക്കായി ജനിച്ചു. ഒരു വളച്ചുകെട്ടുമില്ലാതെ സാധാരണക്കാരായിരുന്നവർക്ക് മനസ്സാകുന്ന രീതിയിൽ പറഞ്ഞു. ദൈവം ഇടപെടുന്നത് അതുപോലെയാണ്. ദൈവത്തിന് ഇടപെടൽ ഒരുപോലെയല്ല എല്ലാവരോടും. രോഗികളോട് ഇടപെടുന്ന എല്ലാവരും ഒരുപോലെയല്ല. ഓരോരുത്തരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ദൈവം ഇടപെടുന്നത്. ചിലരുടെ കണ്ണിൽ മണ്ണ് തേച്ചിട്ട് പോയി കഴുകാൻ പറയും. ചിലരെ കഥ തൊട്ടിട്ട് സൗഖ്യമാക്കും. ചിലരെ കഥ വാക്കുകൊണ്ട് സൗഖ്യമാക്കും. ഞാൻ പറഞ്ഞല്ലോ, ചിലർക്ക് മരുന്ന് കൊണ്ട് സൗഖ്യം കൊടുക്കും. ചിലർക്ക് ദൈവം വിശ്വാസത്താൽ സൗഖ്യം കൊടുക്കും. ദൈവത്തിന്റെ ഇടപെടൽ വിവിധ രീതിയിലാണ് കർത്താവ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവർക്ക് അത്ഭുതകരമായ വിടുതൽ ദൈവം കൊടുക്കുന്നുണ്ട്. അതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, വിടുതലിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ദൈവം വളച്ചുകെട്ടില്ലാതെ മനസ്സിലാകുന്ന വിധത്തിൽ അവരോട് സംസാരിച്ചു. എന്നാൽ വിദ്വാൻമാരോട് അങ്ങനെ പറഞ്ഞില്ല. ആട്ടിടയന്മാരോട് പറഞ്ഞത് ഇങ്ങനെ എന്താണെന്നറിയാമോ? നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഈ സാധാരണക്കാരായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ക്രിസ്തുവിനെ അങ്ങനെ വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം ചെയ്യാം. നമ്മളാരും കഴിവുള്ളവരായതുകൊണ്ടല്ല കേട്ടോ, തേടിയത് കൊണ്ടല്ല കേട്ടോ, കഴിവുകൊണ്ട് നോക്കിയത് കൊണ്ടല്ല, പാരമ്പര്യം കൊണ്ട് അന്വേഷിച്ചത് കൊണ്ടല്ല. ദൈവത്തിന് കൃപ തോന്നി യേശു ക്രിസ്തുവാണ് യഥാർത്ഥമായ രക്ഷകനെന്നും ദൈവമെന്നും ദൈവകൃപയാൽ വെളിപ്പെടുത്തി തന്ന ദൈവസ്നേഹത്തിന് നന്ദി പറയാം. അതെ, നമ്മുടെ ജ്ഞാനം കൊണ്ടല്ല, വിവേകം കൊണ്ടല്ല, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കളായിരിക്കുന്ന ആട്ടിടയന്മാരായിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തുകൊണ്ടിരുന്ന അവർ ശിശുക്കളെ പോലുള്ളവർക്ക് ദൈവം ചെയ്ത് വ്യക്തമാക്കി വെളിപ്പെടുത്തി കൊടുത്തു. ഇവിടെ പറഞ്ഞു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവെന്ന ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അതെ, സ്വർഗത്തിന്റെ സൈന്യം പാട്ടുപാടി കേൾപ്പിക്കും. യേശുവിന്റെ അത്ഭുതകരമായിരിക്കുന്ന ജനനം, അവൻ മാത്രം ജനിക്കുന്ന ജനനം, അവനെപ്പോലെ ആരും ജനിച്ചിട്ടില്ല, ആർക്കും ജനിക്കാനും കഴിയത്തില്ല. മറ്റു പല അത്ഭുതങ്ങളടയാളങ്ങളും സാത്താനെ പൈശാചിക ലോകമേ നിനക്ക് ചെയ്യാം, നീ ചെയ്യും, തീയിറക്കും. പക്ഷേ ഞങ്ങളുടെ യേശു ജനിച്ചതുപോലെ, ഞങ്ങളുടെ രക്ഷകൻ ജനിച്ചതുപോലെ, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ജനിച്ചതുപോലെ ഒരു ജനനം ഉണ്ടായിട്ടില്ല. ഈ ലോകത്തിലുണ്ടായ ഏറ്റവും അത്ഭുതകരമായ ജനനം
യേശുവിന്റെ ജനനമാണ്. അന്ന് അവനെ അറിയുവാൻ ആരുമില്ലായിരുന്നെങ്കിൽ, അന്ന് ആ രാജകൊട്ടാരത്തിൽ പിറന്നാൽ രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ അതിൻ്റെതായിട്ടുള്ള ആഘോഷങ്ങൾ ഉണ്ടാകും. എന്നാൽ രാജാതിരാജാവ് ലോകത്ത് ജനിച്ചപ്പോൾ സ്വർഗീയ സൈന്യം ആകാശത്തിൽ പാട്ടുപാടുവാൻ ഇടയാത്തുന്നു. ആ പാട്ട് കേട്ട ദൂതന്മാരാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് ലോകത്തിൽ ഏറ്റവും നല്ല ഗാനം കേട്ടിട്ടുണ്ടെങ്കിൽ അവരാണ് കേട്ടിട്ടുള്ളത്. ദൈവത്തിന്റെ ദൂതന്മാർ ആകാശ സൈന്യമായിരിക്കുന്ന അവർ സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘത്തോട് ചേർന്ന് അവർ ഒരുമിച്ച് ചേർന്ന് പാടിയ പാട്ടിന്റെ അത് ഇന്നും ഞാൻ പറഞ്ഞല്ലോ, അത് എത്രയോ വലിയ ശക്തിയുള്ള പാട്ടായിരുന്നു. ഇവിടുത്തെ തമ്പുരവും കിന്നരവും ഗിറ്റാറും ഇലക്ട്രിക് ഗിറ്റാറും മറ്റുള്ള ഗിറ്റാറും ഒക്കെ ഉപയോഗിച്ചാലും അതൊന്നും ഒക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, സ്വർഗീയ സൈന്യം പാടിയ പാട്ടാണ് അന്തരീക്ഷത്തിൽ ഇന്ന് നിൽക്കുന്ന ഏറ്റവും വലിയ പാട്ടായി നിൽക്കുന്നത്. അതുപോലെ ഇനി എത്ര പാട്ടുകൾ കേൾക്കാൻ പോകുന്നു. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നു. ഈ ലോകത്തിൽ കേട്ട ഏറ്റവും നല്ല ശബ്ദം ക്രിസ്തുവിന്റെ ശബ്ദമാണ്. പ്രപഞ്ചത്തെ ഈ സകലത്തെയും പിടിച്ചടക്കിയ ഒരേ ഒരു ശബ്ദമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാണ്, യേശുവിന്റെ ശബ്ദമാണ്. ഈ പാട്ട് കേട്ടപ്പോൾ അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദം ഉള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ പാവപ്പെട്ട ആട്ടിടയർ എഴുന്നേറ്റു. അവർ പറഞ്ഞു, ഇതെന്തൊരു കാര്യമാണ്, എത്ര അത്ഭുതമാണ്, നമുക്കൊന്ന് പോയി കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പോവുകയും അവർ അത് കാണുവാനും ഇടയായിത്തീർന്നു. അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയെയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്കറിയിച്ചു. കേട്ടവരെല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. അതാണ് അത്ഭുതം. എന്താണ് അത്ഭുതം? യേശു മാത്രം ചെയ്യുന്ന അത്ഭുതം എന്താ? ആശ്ചര്യപ്പെടുമാറുള്ള അത്ഭുതം. യേശുവിന്റെ ജനനം ഒരു അത്ഭുതമാണ്. അതാണ് ആദ്യത്തെ ഒന്നാമത്തെ വിഷയം. താൻ മാത്രം അത്ഭുതം ചെയ്യുന്നവനായി ഇസ്രായേലിന്റെ ദൈവമായ യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തന്റെ പുത്രനായിരിക്കുന്ന വചനമാം ദൈവത്തെ ഒരു മനുഷ്യനായി ലോകത്തിൽ അയച്ചത്, വ്യക്തമാക്കി കൊടുത്തത് ആശ്ചര്യമരികമായ കാര്യമാ. അത് തിരിച്ചറിഞ്ഞ ഇടയന്മാർ പറഞ്ഞപ്പോൾ അവരെല്ലാവരും അതിശയിച്ചു. ഈ കുഞ്ഞ് യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് അത് ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുവാനിടയാത്തുന്നു. രണ്ടാമത്തെ വിഷയം ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. രണ്ടാമത്തെ വിഷയം, യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിൽ അവന്റെ ജനനം അത്ഭുതമാണ്. അതുപോലെ യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനം അത് അത്ഭുതകരമായ കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം അത്ഭുതകരമായ കാര്യമാണ്. അതുപോലെ ആർക്കും ചെയ്യാൻ കഴിയത്തില്ല. യേശു കാൽവറിയിൽ മരിച്ച് അടക്കപ്പെട്ടു. അവൻ 3-ാം ദിവസം കല്ലറയെ ഭേദിച്ചുയർത്തെഴുന്നേറ്റു. 40-ാം ദിവസം യേശു സ്വർഗാരോഹണം ചെയ്തു. യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷത അവന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന അത്ഭുത വിഷയമാണ്. അതാണ് കഴിഞ്ഞ കാലത്തിലെ ഏറ്റവും പ്രഥമമായിരിക്കുന്ന സംഭവം. രണ്ടാമത്തെ സംഭവം, അത്ഭുതകരമായി ദൈവം ചെയ്യുന്ന പ്രവൃത്തി, യെശയ്യാവിന്റെ ദൈവം ചെയ്യുന്ന രണ്ടാമത്തെ പ്രവൃത്തി പരിശുദ്ധാത്മാവിന്റെ പ്രത്യക്ഷതയാണ്. അപ്പോൾ ഒന്നാമത്തെ അത്ഭുതം ഏത് എന്ന് ചോദിച്ചാൽ അത് ചെങ്കടൽ വിഭാഗിച്ചതല്ല, കാനാവിലെ കല്യാണമല്ല. ഞാൻ പറഞ്ഞത് യേശു ചെയ്ത പ്രവൃത്തി അത്ഭുതമാണ്. എന്നാൽ താൻ മാത്രം ചെയ്യുന്ന അത്ഭുതങ്ങളുടെ ബന്ധത്തിൽ ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന അത്ഭുതം യേശുക്രിസ്തുവിന്റെ ജനനം, അവന്റെ മരണം, അവന്റെ പുനരുത്ഥാനം, അവന്റെ സ്വർഗാരോഹണം എന്നിവ ഒന്നാമത്തെ വരവിനോടുള്ള ബന്ധത്തിൽ അവൻ വന്നപ്പോൾ ചെയ്ത എല്ലാം അത്ഭുതങ്ങളായിരുന്നു, എല്ലാം അടയാളങ്ങളായിരുന്നു. അതാർക്കും ചെയ്യാൻ കഴിയാത്തതാണ്. എന്ന് രാത്രിയിലും ക്രിസ്തു ചെയ്ത വലിയ അത്ഭുതങ്ങൾക്കായി സ്തോത്രം ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. മറ്റുള്ള അത്ഭുതങ്ങൾ പലർക്കും ചെയ്യാൻ കഴിയുമായിരിക്കും, അവർ ചെയ്തോട്ടെ. എന്നാൽ യേശു ജനിച്ചതുപോലെ ജയിക്കുവാൻ ആർക്കും കഴിയത്തില്ല. യേശു മരിച്ചതുപോലെ ആർക്കും മരിക്കാൻ കഴിയത്തില്ല. യേശു ഉയർത്തെഴുന്നേറ്റ പോലെ ആർക്കും ഉയർത്തെഴുന്നേൽക്കാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഇതുവരെയും അവനെ അതുപോലെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതുപോലെ ആർക്കും ഏകനായി എഴുന്നേൽക്കാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തുവിനെ ഏകൻ ചെയ്തിരിക്കുന്ന അവൻ ഏകനായി ജനിച്ചു, അവൻ ഏകനായി മരിച്ചു, അവൻ ഏകനായി ഉയർത്തെഴുന്നേറ്റു, ഏകനായി സ്വർഗാരോഹണം ചെയ്തു. എന്നാൽ അതുപോലെ അവനോട് ചേരുന്ന അത്ഭുതമായിത്തീരുന്നവരെ ദൈവം ബഹുവചനത്തിൽ നമ്മെ
എന്നാണ് പറഞ്ഞത്, പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അത്ഭുതമായിരിക്കുന്നവർക്ക് ഇതെല്ലാം ജീവിതത്തിൽ സംഭവിക്കും. അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു ജനിച്ചത്. വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു പോയിരിക്കുന്നിടത്തേക്ക് പോകാം എന്നുള്ളതൊരു അത്ഭുതമല്ലേ? രാത്രിയത്തെ പറയാൻ സാധിക്കും, ആ വലിയൊരു മഹാസന്തോഷമുണ്ട്, വലിയൊരു ഭാഗ്യമുണ്ട്, വലിയൊരു അത്ഭുതമുണ്ട്. യേശു ക്രിസ്തു പോയ സ്ഥലത്തേക്ക്, പിതാവിന്റെ സന്നദ്ധിയിലേക്ക് അവനിൽ വിശ്വസിക്കുന്ന അത്ഭുതമായിട്ടിരുന്ന എനിക്കും നിങ്ങൾക്കും പുതിയ നിയമവിശ്വാസി കരേറി പോകാമെന്നുള്ള വലിയ വാഗ്ദത്തം ഒരു അത്ഭുതമാണ്. അതാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുക. ആ അത്ഭുതത്തിലേക്ക് പൈശാചിന് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അവന് കൊണ്ടുപോകാൻ കഴിയുന്നത് ഇവിടുന്ന് കൊണ്ടുപോകാൻ നിത്യ നരകാഗ്നിയിലേക്കുള്ള കൊണ്ടുപോകുന്നെങ്കിൽ തേജസ്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് അവനിൽ വിശ്വസിക്കുന്ന അത്ഭുതങ്ങളായി തീരുന്നവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ദിവസങ്ങളിൽ ആശ്ചര്യകരമായ കാര്യം. അതുകൊണ്ട് പാട്ടുകാർ പാടിയത് ആശ്ചര്യമേ, ഇത് ആശ്ചര്യമേ എന്ന് പറഞ്ഞുകൊണ്ട് പാടിയ നിരവധി പാട്ടുകൾ പാടിയത് ആത്മാവിന്റെ കൃപ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായിരിക്കുന്ന കാര്യങ്ങളെ ഓർത്തുകൊണ്ട് രക്ഷ എത്ര അത്ഭുതകരമായ കാര്യമാ, ആശ്ചര്യകരമായ കാര്യമാ. ഇന്ന് രാത്രിയിൽ എത്ര പ്രസംഗിച്ചാലും തീരാത്ത യേശു ക്രിസ്തുവിന്റെ ആശ്ചര്യകരമായ പ്രവൃത്തിക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2000 വർഷം മുമ്പ് ഈ ലോകത്തിൽ യേശു ക്രിസ്തു ലോകത്തിൽ ജനിച്ചത് അവന്റെ 33-ാം വയസ്സിൽ അവൻ മനുഷ്യപാപത്തിന് വേണ്ടി പരിഹാരമായി യാഗമായി തീർന്നത്. 3-ാം ദിവസം അവൻ കല്ലറയെ തകർത്തുകൊണ്ട് അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത്. അവൻ 40 ദിവസത്തോടുകൂടെ സഞ്ചരിച്ച ശേഷമായി അവൻ എന്ത് ചെയ്തു? അവൻ 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തു. 50-ാം ദിവസം പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളത് അത്ഭുതമാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. അതാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇതൊരു ആശ്ചര്യകരമായ കാര്യം, അന്ന് വരെ സംഭവിക്കാത്ത കാര്യമാണ്. 50-ാം ദിവസം യേശു ക്രിസ്തു കഷ്ടം അനുഭവിച്ച് ഉയർത്തുന്നതിന് ശേഷമായി ഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവാം ദൈവത്തെ അയച്ചത് അത്ഭുതമാണ്. എന്താണ് അത്ഭുതം? അത് പൈശാചിക ശക്തിക്ക് ചെയ്യാൻ കഴിയത്തില്ല, മറ്റാർക്കും ചെയ്യാൻ കഴിയത്തില്ല, ഡ്യൂപ്ലിക്കേറ്റുകൾക്ക് അത് ചെയ്യാൻ കഴിയത്തില്ല. അത് പരിശുദ്ധാത്മാവ് ലോകത്തിൽ വന്നതുകൊണ്ടാണ് ഇവിടെ അത്ഭുതങ്ങൾ രചിക്കപ്പെടുവാൻ ഇടയെത്തുന്നത്. പിന്നെയുള്ള ഭാഗങ്ങൾ അത്ഭുത പ്രവൃത്തിയാണ്. അപ്പോസ്തല പ്രവൃത്തികളാണ് അത്ഭുതങ്ങളുടെ ചരിത്രമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേക്കുറിച്ച് 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് വലിയൊരു അത്ഭുതമാണെന്ന്, ആശ്ചര്യപ്പെട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു. 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം, അതിൻ്റെ 8-മുള്ള വാക്യങ്ങൾ. പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പഥ്യരും മേധ്യരുമൊക്കെ. 6-ാം വാക്യം, ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്ന കേട്ട് അമ്പരന്ന് പോയി. ഞാൻ പറഞ്ഞല്ലോ, യേശുക്രിസ്തു ജനിച്ചപ്പോൾ ആട്ടിടയന്മാർ സ്വർഗീയ സൈന്യത്തിന്റെ പാട്ട് കേട്ടു. അത് പറഞ്ഞപ്പോൾ അവര് ആശ്ചര്യപ്പെട്ടു. 50-ാം ദിവസം യേശുക്രിസ്തു ഉയർത്തതിനു ശേഷമായി പരിശുദ്ധാത്മാവ് ലോകത്തിൽ വന്നത് ആശ്ചര്യകരമായ കാര്യമായിരുന്നു. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. മുഴക്കമുണ്ടാകുന്നിടത്ത് പുരുഷാരം വന്നുകൂടും. ദൈവാത്മാവ് വ്യാപരിക്കുന്നിടത്തൊരു മുഴക്കമുണ്ട്. നമ്മൾ കേട്ടല്ലോ, ആത്മാവിൽ ആരാധിച്ചപ്പോൾ നൃത്തം ചെയ്യുന്ന അനുഭവത്തിലേക്ക് ഒരു മുഴക്കം വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ നീ ഇരിക്കുന്ന ആ വീടിനകത്തൊരു മുഴക്കമുണ്ട്. ദൈവവചനത്തിന്റെ ശക്തിയുടെ മുഴക്കമുണ്ട്, ആത്മാവിന്റെ മുഴക്കമുണ്ട്. അത് ജീവിതങ്ങളെ അത് വിടിവിക്കുന്നതാണ്, അന്യഭാഷയിൽ ആരാധിപ്പിക്കുന്നതാണ്. അതൊരു ശക്തിയായി വ്യാപരിച്ചു കഴിയുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ആ മുഴക്കത്തിന്റെ ശക്തി മുഖാന്തരമായി ചില വാക്കുകൾ ഉച്ചരിപ്പാൻ കഴിയും. അവന്റെ ഹൃദയത്തിന്റെ കവാടം തുറന്നുകൊണ്ട് ആത്മാവിന്റെ ഭാഷയിൽ സംസാരിക്കുന്ന മുഴക്കമുണ്ടായെന്ന് പറയുന്ന അവർ കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി. അന്ന് മുഴങ്ങിയ മുഴക്കം ഹൃദയത്തിൻ്റെ അകത്ത് മുഴങ്ങുന്നുണ്ട്. അതാണ് യേശുവിനെ ആരാധിക്കുന്ന ആത്മാവിന്റെ ആരാധന. പരിശുദ്ധാത്മാവിന്റെ മുഴക്കം ഇന്നു രാത്രിയിലും നിലച്ചു പോയിട്ടില്ല. അത് പുരുഷാരത്തെ കൂട്ടിവരുത്തുന്നതാ.
യേശുവിന്റെ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവിടെ ഒരു മുഴക്കമുണ്ടായി. എല്ലാവരും ആകർഷിക്കപ്പെടുവാനിടയത്തിരുന്നെങ്കിൽ ഇന്നു രാത്രിയിലും ആ മുഴക്കം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ജാതികളിൽ നിന്ന് അനേകരെ ദൈവത്തെങ്കിലേക്ക് കൂട്ടിവരുത്തുന്ന ദൈവകൃപയുടെ ശക്തിക്കായി സ്തോത്രം ചെയ്യാൻ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ ഒരു മുഴക്കമുണ്ടാകും. അവർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച സ്ഥലം കുലുങ്ങിയെന്നാ പറഞ്ഞത്, ശക്തി കൊണ്ട് കുലുങ്ങി. അങ്ങനെയെങ്കിൽ ദിവസങ്ങളിൽ ഏത് ദേശത്തെയും കുലുക്കുവാൻ കഴിയും. ഇതുവരെയും കുലുങ്ങാതിരിക്കുന്ന ദേശങ്ങളെ ദൈവാത്മാവ് കുലുക്കാൻ പോകുക. പൈശാചി അടിയുറപ്പിച്ചു വെച്ചിരിക്കുന്ന, വേരുറപ്പിച്ചു വെച്ചിരിക്കുന്ന കുടുംബങ്ങളെ, ചില സ്ഥലങ്ങളെ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇളക്കാൻ പോകുക, ചലിപ്പിക്കാൻ പോകുക. ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ അത് കുലുങ്ങുവാനിടയാത്തിരും. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുക്കിയതുപോലെ ദൈവമക്കളുടെ ആരാധനയ്ക്കകത്തൊരു മുഴക്കമുണ്ട്. അത് ചലിപ്പിക്കുന്നതാണ്, അത് ജീവിപ്പിക്കുന്നതാണ്, അത് അഴിച്ചെടുക്കുന്നതാണ്, ബന്ധനങ്ങളെ അഴിക്കുന്നതാണ്. ഇന്ന് രാത്രിയിലും ആ മുഴക്കത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഹൃദയത്തിന്റെ അകത്തൊരു മുഴക്കം വരുമ്പോഴാ ഞാനും നിങ്ങളും അന്യഭാഷയിൽ ആരാധിക്കുന്നത്. അന്ന് വ്യാപരിച്ച ആത്മാവ് നമ്മളിലൂടെ മുഴക്കങ്ങളായി അന്യഭാഷകളുടെ ആരാധിപ്പാൻ ആത്മീയ ആരാധനക്കാരാക്കി മാറ്റിയ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാ ഹൃദയങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ മുഴക്കമുണ്ടാകട്ടെ. നമുക്കറിയാം, ചെമ്പോ കൈത്താളമോ ഒക്കെ മുഴങ്ങുന്ന ശബ്ദം കേൾക്കുമ്പോൾ പാട്ട് പാടുവാൻ തോന്നും, നല്ല പാട്ടുണ്ടാകും. എന്നാൽ ഞാൻ പറയാം, ആത്മാവിന്റെ മുഴക്കം, ചെമ്പും കൈത്താളങ്ങളൊക്കെ മുഴങ്ങുന്നത് അതിന് ഭേദങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ ഭേദങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാൽ ഇവിടെ മുഴങ്ങുന്ന ഒരു ശബ്ദമുണ്ട്. അത് പുറമെയുള്ളൊരു മുഴക്കമല്ല, മനുഷ്യന്റെ അടഞ്ഞു കിടക്കുന്ന ഹൃദയത്തിന്റെ കവാടങ്ങളെ തുറക്കുന്ന ദൈവാത്മാവിന്റെ മുഴക്കം. അത് അകത്ത് വന്നതുകൊണ്ട് എന്റെ അകത്തുനിന്നൊരു മഴ പോലെ, വെള്ളം പോലെ ആ ദൈവത്തിന്റെ ആത്മാവിൽ ആരാധിക്കുന്ന അന്യഭാഷയുടെ വാക്കുകൾ പുറപ്പെട്ടു വന്നത്. അതിനെയാണ് മഴ എന്ന് പറയുന്നത്. മുഴക്കമുണ്ടെങ്കിൽ മഴയുണ്ടാകും. ഇന്ന് രാത്രിയിലും ആ മുഴക്കത്തിലൂടെ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന വലിയ ആത്മീയ മഴയുടെ ആ ദൈവകൃപയുടെ മുൻമഴയുടെ ശക്തിക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്ന മുഴക്കം ഒരു മഴയുടെ പെയ്തെടുത്തു. അതിനെയാണ് മുൻമഴ എന്ന് പറയുന്നത്. അനുഗ്രഹ സമ്പൂർണമാക്കുന്ന മുൻമഴ. ആ മഴയിലൂടെയാണ് ഞാനും നിങ്ങളും ദിവസങ്ങളിൽ അഭിവൃദ്ധി പ്രാപിച്ച്, അനുഗ്രഹം പ്രാപിച്ച്, ഫലം കായ്ച്ച് നമ്മൾ കാത്തിരിക്കുന്നത്, കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നത്. അങ്ങനെ ഇത് അത്ഭുതമാ, അതിശയം. അവർ ഓടിക്കൂടി ഇതുവരെയും അങ്ങനെ എത്രയോ വർഷങ്ങൾ യേശുവിടെ ഭൂമിയിൽ വരുന്നപ്പോൾ 40 വർഷം 33 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. കർത്താവിന്റെ കുഞ്ഞുനാൾ മുതലേ അവിടെ പോകുമായിരുന്നു. പെന്തക്കോസ്ത് പെരുന്നാളിൽ പോകുവാൻ എല്ലാം പോകുമായിരുന്നു. എന്നാൽ അന്നൊന്നും ഒരു അനക്കമുണ്ടായില്ല, ചലനമുണ്ടായില്ല. എന്നാൽ യേശു മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ ശേഷം, സ്വർഗാരോഹണം ചെയ്ത ശേഷം 50-ാം ദിവസം സ്വർഗം കരുതി വെച്ചിരുന്ന കൊയ്ത്തുമിരുന്നാളിന്റെ ദിവസത്തിൽ, പഴയ നിയമത്തിനിലായിരുന്ന സമയത്ത് വംശത്തുനിന്ന് കൂട്ടിച്ചേർക്കുവാൻ, ദൈവസഭയുടെ അംഗങ്ങളാക്കി തീർക്കുവാൻ, അത്ഭുതമായ ദൈവസഭയെ സ്ഥാപിക്കാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് വലിയൊരു അത്ഭുതമാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ ഇറങ്ങി വരവിലും പരിശുദ്ധാത്മാവിന്റെ ആരാധനയിലും വിശ്വസിക്കുന്ന ദൈവജനം, അത്ഭുതമാണെന്ന് വിശ്വസിക്കുന്ന ദൈവജനം കരങ്ങൾ ദൈവത്തിന് രാത്രി സ്തോത്രം ചെയ്താട്ട് നാം പലർക്കൊരു അത്ഭുതമാണ്. ഇന്നത്തെ അവരുടെ ആരാധന അത്ഭുതമായിരുന്നു. അവർ ഓടിക്കൂടി അവിടെ കൂടി വന്ന ഭക്തിയോടെ കൂടി വന്നവർ പറയുകയാണ്, എന്തൊരു അത്ഭുതമാണ് എന്ന് പറയുകയാണ്. അവര് ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും ഭ്രമിച്ച് ചഞ്ചരിച്ചു. ഇതെന്തായിത്തീരുമെന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പൊതുവീഞ്ഞു കുടിച്ചിരിക്കുന്നുവെന്ന് മറ്റു പറഞ്ഞ് പരിഹസിച്ചു. ചിലതിനെ അതിശയത്തോടെ പറയുന്ന എത്ര കാര്യമാണ്, ഏതെല്ലാം ഭാഷകളിലാണ് സംസാരിക്കുന്നത്. ഞാൻ അതിലേക്ക് ദീർഘമായി പോകുന്നില്ല. രണ്ടാമത്തെ അത്ഭുതമായി, താൻ മാത്രം ചെയ്യുന്ന അത്ഭുതം, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ അത്ഭുതമാണ്. അതുപോലെ ആർക്കും ചെയ്യാൻ കഴിയത്തില്ല. രാത്രിയിൽ ആ ദൈവത്തിന്റെ ആത്മാവിന്റെ മുഴക്കത്താൽ നമ്മെ മാറ്റിയെടുത്ത, നമ്മളിൽ പുതിയ ജീവൻ പകർന്ന, ആത്മാവിന്റെ ആരാധനക്കാരാക്കി, സത്യ നമസ്കാരങ്ങളാക്കി തീർത്ത
പരിശുദ്ധാത്മാവാം നദിയുടെ മഴയുടെ ആത്മീയ ശക്തി പ്രാപിച്ച അത്ഭുതം പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഞങ്ങൾ പലർക്കും ഒരു അത്ഭുതമാ, ഞങ്ങളുടെ ദേശത്തുള്ള സഭ അത്ഭുതമാ, എൻ്റെ തലമുറ അത്ഭുതമാ, ദൈവത്തെ ആരാധിക്കുന്നവൻ ഒരു അത്ഭുതമാണ്. വൻകാര്യങ്ങളെയാണ് പ്രസ്താവിക്കുന്നത്, ചെറിയ കാര്യങ്ങളെയല്ല, വൻകാര്യങ്ങളെ വരാനുള്ള വൻകാര്യങ്ങളെ നാം പ്രസ്താവിക്കുന്നത്. എന്താണ് മനുഷ്യജീവിതം, എന്തായിരിക്കും മനുഷ്യൻ, എവിടെ എത്തിച്ചേരുമെന്നുള്ള വൻകാര്യങ്ങളെയാണ് ആത്മാവിൽ നാം സംസാരിക്കുന്ന, ബുദ്ധിയുടെ വാക്കുകളല്ല. ആത്മാവിൽ സംസാരിച്ചവരൊക്കെ 120 പേർ സാധാരണക്കാരായിരുന്നു. അവർക്ക് വേദപുസ്തകത്തിന്റെ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ന്യായപ്രമാണത്തിന് ഒഴിൽ കാര്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് കാര്യമായിട്ടുണ്ടായിരുന്നില്ല. നിഴലായിരുന്ന അതിനെ ന്യായപ്രമാണത്തെ കൊണ്ടു നടന്നവരാണത്, അതിനെ വായിച്ചു കേട്ടിട്ടുണ്ട്. പക്ഷേ 120 പേര് ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവരിലേക്ക് ദൈവാത്മാവിന്റെ പരിജ്ഞാനത്തിന്റെ ശക്തി, ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ ശക്തി വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ അവരിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകി. ആ ഒഴുക്ക്, വ്യാപരിച്ച ഒഴുക്ക്, യെരൂശലേമിൽ ആരംഭിച്ച മുഴക്കവും ഒഴുക്കും ഇന്നും തീർന്നു പോയിട്ടില്ല. ഈ ദിവസങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ എല്ലാ അറ്റത്തോളവും എത്തിച്ചേരുന്ന ദൈവപ്രവൃത്തി ഉണ്ടാകും. ദൈവത്തിന്റെ അത്ഭുതമായിരിക്കുന്ന ദൈവസഭകൾ ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകുമെന്നും, എല്ലാ ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ജീവിതങ്ങൾ ഈ നദിയിലൂടെ കടന്നു വന്ന് ജീവൻ പ്രാപിച്ച് ദൈവത്തിന് ആരാധിക്കുമെന്നും ഞാൻ ആത്മാവിൽ സത്യമായി സാക്ഷ്യം പ്രസ്താവിക്കുക. ദൈവാത്മാവ് ചെയ്തെടുക്കും അത്ഭുതങ്ങളെ ദൈവിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം അത്ഭുതമാണ്, ആശ്ചര്യമാണ്. അത് ഗ്രഹിക്കേണ്ടവർക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞു. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ ഭൂമിയിലെ പ്രത്യക്ഷത അതിശയകരമായ കാര്യമാണ്, അത്ഭുതകരമായ കാര്യമാണ്. മൂന്നാമത്തെ വിഷയം, യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷത അതിശയ വിഷയമായി തീരും. മത്തായി സുവിശേഷം 26-ാം അധ്യായം 64-ാം വാക്യം പറയുമ്പോൾ, 26-ാം അധ്യായം 64-ാം വാക്യത്തിൽ യേശു കർത്താവ് തന്നെ അത്ഭുതകരമായ കാര്യത്തെക്കുറിച്ച് അവരോട് പറയുവാനിടയായി തീർന്നു. 26-ാം അധ്യായം അതിന്റെ 64-ാം വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശു അവനോട്, ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പ്രധാന രണ്ടാമത്തെ വരനെ കുറിച്ചാണ് പറയുന്നത്. ആകാശമേഘങ്ങളെ വാഹനമാക്കി അവൻ മേഘാരൂഢനായി വരുന്നത് മധ്യാകാശവലവിലല്ല. മേഘാരൂഢനായി ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവ. അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മഹാപുരോഹിതനോടാണ് പറഞ്ഞത്. യേശു മിണ്ടാതിരുന്ന മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവത്തിനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുമെന്ന് പറഞ്ഞു. ജീവനുള്ള ദൈവത്തെക്കുറിച്ച് ആണയിട്ട് ചോദിച്ചപ്പോൾ യേശു മൗനത വെടിഞ്ഞു. അതുവരെ മിണ്ടിയില്ല, സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കുറ്റം ചുമത്തുന്ന ചൂറ്റം ചുമത്തിക്കോട്ടെ, അവരെന്തും പറഞ്ഞുകൊള്ളട്ടെ, കാരണം അവർക്കൊന്നും തെളിയിക്കാൻ കഴിയത്തില്ല. എന്നാൽ ആണയിട്ട് ചോദിച്ചു, മഹാപുരോഹിതൻ ആണയിട്ട് ചോദിച്ചു. കാരണം യേശുവിനെ ക്രൂശിക്കണമെന്നുള്ള സ്വർഗത്തിന്റെ പ്ലാനായിരുന്നു. യേശു ദൈവത്തിനാണെന്ന് വെളിപ്പെടുത്തി അവൻ ദൈവദോഷം പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആർക്കും തെളിവ് കൊടുത്ത് ശിക്ഷിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ദൈവം തന്നെ ഈ മഹാപുരോഹിതനെ കൊണ്ട് ഈ ചോദ്യം ചോദിപ്പിച്ചത്. അവൻ പറഞ്ഞു, ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി ഇവൻ ദൈവദോഷം പറഞ്ഞു. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം എന്ന്. മനസ്സിലായല്ലോ? സാക്ഷികൾ വിസ്തരിച്ചിട്ടൊന്നും കിട്ടിയില്ല. യേശുണ്ടായത് ഇവരൊക്കെ പറയുന്നത് പറഞ്ഞോട്ടെ. നമ്മളെല്ലാവരും വരുന്നത് സംസാരിക്കുമെന്നും വേണ്ട കേട്ടോ. എല്ലാവർക്കും കയറി തല കൊടുക്കൊന്നും വേണ്ട. മിണ്ടായിരുന്നാൽ മതി, അനങ്ങായിരുന്നാൽ മതി. യേശു അങ്ങനെ എല്ലായിടത്തും കയറിയൊന്നും പറഞ്ഞല്ലോ. ആ പറയാൻ തെറ്റാ, ഈ പറയാൻ തെറ്റാന്ന് യേശു വാദിക്കാനൊന്നും പോയില്ല, മൗനമായിട്ടിരുന്നു. എന്നാൽ സ്വർഗം അവനെ മരണത്തിന് ഏൽപ്പിക്കണമായിരുന്നു. സാക്ഷികളെ വിസ്തരിച്ചാൽ സാക്ഷികളെ കൊണ്ട് ഒന്നും സാധിപ്പിക്കത്തില്ല. അവർക്കാർക്കും ഒന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയത്തില്ല. സ്വർഗം തന്നെ മഹാപുരോഹിതനിൽ ആലോചന കൊടുത്തു. നമുക്കറിയാം, മഹാപുരോഹിതൻ സാക്ഷ്യം പറഞ്ഞവനാ. ഒരു ജനം മുഴുവൻ നശിച്ചു പോകാതിരിക്കുവാൻ, ഒരു മനുഷ്യൻ മരിക്കുന്ന ജനത്തിന് വേണ്ടി മരിക്കുന്നത് നല്ലതെന്ന് ആലോചന ദൈവനെ കൊണ്ട് പറയപ്പെട്ടിട്ടുണ്ട്. അക്കാലത്തെ മഹാപുരോഹിതനെ കൊണ്ട് തന്നെ സ്വർഗം ചോദിപ്പിച്ചു. ഇത് ഇവർ സ്വയമായിട്ട് ചോദിച്ചതല്ല.
ആണിട്ട് ചോദിച്ചു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ നീ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു പറഞ്ഞു. യേശു മൗനം പിടിഞ്ഞു. അതുവരെ മിണ്ടാതെ രോമം കത്തിക്കുന്ന മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാണ് മൗനം പിടിഞ്ഞത് തന്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ. രാത്രിയിൽ ദൈവത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ നമ്മുടെ നാവ് തുറക്കണം പ്രിയപ്പെട്ടവരെ. മിണ്ടാതിരുന്ന കുഞ്ഞാട് മരിക്കാൻ തയ്യാറായിക്കൊണ്ട് ഇതായിരുന്നു അവർക്ക് അറിയേണ്ടിയിരുന്നത്. പക്ഷെ നമ്മൾ ഈ ഭാഗമൊക്കെ ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞതിൻ്റെ അർത്ഥം പലർക്കും മനസ്സായി കാണത്തില്ല. രാത്രി പ്രിയപ്പെട്ടവരെ, സ്വർഗം അതിൻ്റെ സമയമായപ്പോൾ സാക്ഷികളെ കൊണ്ടല്ല, യേശു തന്നെ വിളിച്ചു പറഞ്ഞു, ഞാനാണ് ദൈവത്തിൻ്റെ പുത്രൻ, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, അത്ഭുതമായി ലോകത്ത് ജനിച്ചവനാണ്, ഇനി അത്ഭുതമായി ഞാൻ രണ്ടാമത് വരും, അന്ന് നിന്റെ ജനം കാണും, യഹൂദന്മാർ കാത്തിരിക്കും യേശുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി. ഒന്നാമത്തെ വരവ് യേശുവിന്റെ അത്ഭുത പ്രത്യക്ഷത അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയെങ്കിൽ, അവര് ഇപ്പോഴും കണ്ണ് തുറക്കാതിരിക്കുകയാണെങ്കിൽ, യേശു പറഞ്ഞു, നിങ്ങൾ കാണും, ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണും. അതേക്കുറിച്ചാണ് വെളിപ്പാട് 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, യേശു ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവർ രക്ഷയ്ക്കായി അവൻ മേഘാരൂഢനായ ആകാശത്തിലൂടെ വരുന്നെന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ അത്ഭുതകരമാണ്. അന്ന് അവൻ അതിശയ വിഷയമായിത്തീരുന്ന പറഞ്ഞിരിക്കുന്നത്. അതിശയ വിഷയമായിത്തീരും, അത്ഭുത വിഷയമായിത്തീരും. 2 തെസ്സലോനിക്കർക്കെഴുതിയ 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശു അതിശയ വിഷയമായിത്തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാണ് അതിശയ വിഷയമായിത്തീരുന്നത്? ലോകത്തിന് യേശു അതിശയ വിഷയമായിത്തീരാൻ പോകുകയാണ്. ഒന്നാമത്തെ വരവ് അത് അറിയപ്പെടേണ്ടവർക്ക് മാത്രം അത്ഭുതമായിത്തീരുമ്പോൾ, അത്ഭുതങ്ങളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, യേശു കർത്താവ് രണ്ടാമത്തെ വരവ് അന്ന് അത്ഭുതമായിത്തീരും. ഞാൻ അതേക്കുറിച്ച് എടുത്തു പോകാൻ ആഗ്രഹിക്കുന്നത്, വിലാപമുണ്ടാകും, വലിയ കരച്ചിലുണ്ടാകും, അന്ന് വലിയ നിലവിളി ഉണ്ടാകും. അവർ കാണുവാനിടയത്തിരും, ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് കാണും. അന്ന് അവൻ വരുമ്പോൾ അവനോടുകൂടി ആ ആകാശത്തിന്റെ തേരിൽ വരുവാനുള്ള ദൈവമക്കൾ അതിശയമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ സന്ദേശം അവസാനിപ്പിക്കാൻ പോകുക. അതെ, അന്ന് യേശു ക്രിസ്തു വരുമ്പോൾ അവൻ ഒറ്റയ്ക്കല്ല വരുന്നത്. യേശു ഒന്നാമത് വന്നത് ഏകനായിട്ടാ വന്നത്, ഏകജാതനായിട്ടാ വന്നത്. മരിച്ച് അടക്കപ്പെട്ടവൻ അതിശയകരമായ പുനരുത്ഥാനത്തിലൂടെ സ്വർഗത്തിലേക്ക് കരേറിപ്പോയത്, ആദ്യജാതനായിട്ടാ മടങ്ങിപ്പോയത്. എന്നാൽ യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ അവനോടൊപ്പം ആദ്യജാതന്മാരുടെ സഭയും അവരോടുകൂടെ തോഴിമാരായിരിക്കുന്നവരും തോഴന്മാരായിരിക്കുന്നവരും അങ്ങനെ സ്വർഗീയ തേജസ് പ്രാപിക്കുന്ന സകല വിശുദ്ധന്മാരുമായിട്ടാണ് യേശു രണ്ടാമത് വരുന്നത്. അത് അതിശയ വിഷയമായിരിക്കുമെന്ന് യേശു തന്നെ പറഞ്ഞു. കർത്താവ്, ഞാൻ വരും, നിങ്ങൾ കാണും. ഇവിടെ തീരത്തില്ല. യേശു അത്ഭുതത്തെക്കുറിച്ച് പറഞ്ഞത്, നിങ്ങളിവിടെ എന്നെ കൊല്ലുമെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ഇവിടെ കൊണ്ട് തീരത്തില്ല, ഞാൻ രണ്ടാമത് വരും. തിരിച്ചറിയേണ്ടവർക്ക് തിരിച്ചറിയാൻ കഴിയും. കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെയാകുന്നു, ഞാൻ ആകാശമേഘങ്ങളെ എന്ത് ചെയ്യും? വാഹനമേക്കി വരും. പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കർത്താവ് എനിക്ക് തന്റെ അത്ഭുതകരമായ കാര്യം അവർക്ക് വെളിപ്പെടുത്തുവാടെ എത്തുന്നു. അതേക്കുറിച്ച് തെസ്സലോനിക്കർക്ക് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ 1-ാം വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തുക, കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നഗ്നയാളിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധി നീതിയല്ലോ. ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയം ആകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. യേശു ഒന്നാമതായി അത്ഭുതകരമായി യേശു ലോകത്തിൽ വന്ന അത്ഭുതം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ
രണ്ടാമത് വരുന്നത് അതിശയ വിഷയമായി തീരുമെന്ന് ഭൂമിയിലിരിക്കുന്ന സകല മനുഷ്യരും അത് കാണുവാനിടയെത്തിരുമെന്ന് നടക്കാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ട് വരാനുള്ള സംഭവമാണെന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. അതെ, യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നത് മുഖാന്തരമായി ഞാൻ അത്ഭുതമാണ്. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നത് അത്ഭുത വിഷയമാണ്. എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം ലോകത്തിൽ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനെ സ്വർഗീയ ദൈവത്തിന്റെ സിംഹാസനത്തിൽ അവനോട് കൂടി ഇരുത്തി അവനോട് സദസ്യന്മാരാക്കി തീർക്കുന്ന വലിയ അത്ഭുതം നടക്കാൻ പോകുക. അത് കർത്താവിന്റെ മധ്യാകാശ വരവെങ്കിൽ വരും. അത് വലിയൊരു അതിശയമായി തീരാൻ പോകുക, അത്ഭുതമായി തീരാൻ പോകുന്ന രാത്രി കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ട് ഈ മൺപൊടികളാകുന്ന എന്നെയും നിങ്ങളെ രൂപാന്തരപ്പെടുത്തിയെടുത്ത് ക്രിസ്തുവിനോട് സദൃശ്യപ്പെടുത്തി ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവിനോട് അവൻ ആദിജാതനായിരിക്കുന്ന ക്രിസ്തുവിനോട് നമ്മെ സദൃശ്യപ്പെടുത്തി ആദിജാതന്മാരുടെ സഭയെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുവാൻ വരുന്നത് അത്ഭുതകരമായ വിഷയം, ആശ്ചര്യകരമായ കാര്യമാ. ആശ്ചര്യമേ എന്ന് എത്ര പേർക്ക് പാടുവാൻ കഴിയും. അത് ഈ ലോകത്ത് നാം എടുക്കപ്പെടും, സ്വർഗീയ സിംഹാസനത്തേക്ക് എടുക്കപ്പെടുമെന്നുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ട് ഒരു ഹൃദയത്തിന്റെ മനുഷ്യൻ ഇതുവരെ വിചാരിച്ചിട്ടുമില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സ്വർഗീയ സിംഹാസനം കണ്ടുകൊണ്ട് അത് അതിശയമാണ്, അത്ഭുതമാണ്. അതിലേക്ക് എത്തുക എന്നുള്ളത് അത്ഭുതമാണെന്ന് എല്ലാ ഹൃദയങ്ങളും കരം തുറന്ന് ഉറക്കം വിളിച്ചു പറഞ്ഞാട്ടൊരു അത്ഭുതം നടക്കാൻ പോകുക, അതിശയം നടക്കാൻ പോകുക. എന്നൊരു അത്ഭുതമാക്കി മാറ്റിയ ദൈവം അതിവേഗത്തിലെ ദിവസങ്ങളിൽ അവൻ ഇരിക്കുന്നിടത്തേക്ക് എന്നെ കൊണ്ടുപോകുവാൻ വരുന്നത് അതിശയമാണ്, അത്ഭുതമാണ്. ഇന്ന് രാത്രിയിൽ എല്ലാ ഹൃദയം ഒരുമിച്ച് പറഞ്ഞാട്ട് അതിശയത്തിനായി ഞാൻ ഇന്ന് രാത്രി ഒരുങ്ങും. പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വരാൻ പോകുന്ന വരുവാനുള്ള ലോകം അത്ഭുതകരമായ കാര്യം, അതിശയകരമായ കാര്യമാണ്. നിത്യാഗ്നി എന്നുള്ളത് അത്ഭുതമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവിടെ വീഴുകൾ എന്ന പലരും വിചാരിക്കുന്നത്. ഇന്ന് വിചാരിക്കുന്നത് ഇതൊക്കെ പോയാൽ കുഴപ്പമൊന്നുമില്ലെന്ന്. പക്ഷേ ഒരു കാര്യം സംഭവിക്കാൻ പോകുക, നിത്യശിക്ഷാവിധി തള്ളപ്പെടും. അന്ന് ഭയപ്പെട്ട് അതിലേക്ക് പോകുവാൻ ഇടയാകരുത്, അത് സംഭവിക്കും. എന്നാൽ നിത്യരക്ഷയാകുന്ന ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് ഈ ദിവസങ്ങളിൽ അവന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ അവൻ താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രായേലിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ, എന്റെ രക്ഷകനായിരിക്കുന്ന യേശു വാഴ്ത്തപ്പെട്ടവൻ. അവൻ ജനിച്ചത്, അവൻ ജീവിച്ചത്, പ്രവർത്തിച്ചത്, അവൻ മരിച്ചത്, അവൻ ഉയർത്തെഴുന്നേറ്റത്, സ്വർഗാരോഹണം ചെയ്തത്, അവന്റെ ഒന്നാമത്തെ വരവും പ്രവൃത്തിയും രക്ഷയുടെ പ്രവൃത്തിയത് അത്ഭുതകരമായ പ്രവൃത്തിയാണ്. അതിൽ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാനും പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. എന്റെ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷമായി പരിശുദ്ധാത്മാവിനെ അയച്ച് ഭൂമിയിൽ മുഴക്കമുണ്ടാക്കി ദൈവസഭ സ്ഥാപിച്ച് അതിലൊരു അംഗമായി തീരുവാൻ എനിക്ക് കൃപ ലഭിച്ചത് അതൊരു അത്ഭുതമാണ്. ഞാൻ പങ്കെടുക്കുന്ന ആത്മീയ കൂട്ടായ്മ ദേശത്തിന്റെ ഒരു അത്ഭുതമാണ്, അതിശയമാണ്. ലോകത്തെ അറിയത്തില്ലെങ്കിലും നമ്മുടെ കൂടിവരവും നമ്മുടെ പ്രവർത്തനങ്ങളും ഈ രാത്രിയിലെ പ്രാർത്ഥനയും ഒരു അതിശയമാണ്, അത്ഭുതമാണ്. അതിനുവേണ്ടി കാത്തിരിക്കുന്ന എന്നെയും നിങ്ങളെ ചേർക്കുവാൻ യേശു ഇരിക്കുന്നിടത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി കർത്താവ് വരാൻ പോകുന്നത് അത്ഭുതകരമായ കാര്യം, അതിശയകരമായ കാര്യമാണ്. അത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷ സംഭവിക്കും. പരിശുദ്ധാത്മാവ് ഒരുക്കപ്പെടുന്ന സഭയും കൊണ്ട് സ്വർഗാസുഖത്തിലേക്ക് പ്രവേശിക്കും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അത് അത്ഭുതകരമായ കാര്യമാണ്. കർത്താവിനോട് കൂടെ വരുവാനുള്ള സകല വിശുദ്ധന്മാരും സ്വർഗാസുഖത്തിലേക്ക് എത്തിച്ചേർന്നമായി യേശു ലോകത്തെ വിധിപ്പാനായി വൻ രാജാവായി ലോകത്തിലേക്ക് വരുമ്പോൾ അവനോട് കൂടെ തേജസ് പ്രാപിക്കുന്ന ദൈവമക്കൾ ഇറങ്ങി വരുമ്പോൾ അവരോട് കൂടെ ഞാനും കാണും, ഏഴയാകുന്ന ഞാനും കാണും, നമ്മളും കാണും എന്നുള്ളത് എത്രയോ അതിശയമാണ്, അത്ഭുതമാണ്. അതിനെ കണ്ടുകൊണ്ട് പിതാക്കന്മാർ പാടിയ പാട്ടുപോലെ ഇന്ന് രാത്രി എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. 1000 ആണ്ടിവിടെ ദൈവത്തോടെ വാഴും. അതിനുശേഷമായി ഒടുക്കത്തെ നാളിൽ ഇതെല്ലാം കാട്ടിയഴിയും. അതിനുശേഷമായി പുതിയവാന ഭൂമി പ്രത്യക്ഷപ്പെടും. ആ പുതുമയുള്ള പൊതുവാന ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കും. അത് പ്രത്യക്ഷമാകും. അത് ആശ്ചര്യകരമായ കാര്യമാണ്. അതിനുശേഷം നിത്യതയിലെ വാസം എത്ര ആശ്ചര്യകരമായിരിക്കും. ഇന്ന് രാത്രി കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ ആദരിക്കാതെ ഏൽപ്പിച്ചു തന്നവൻ നമുക്ക് അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? എന്റെ ഭാരം എന്താണ്, വേദന എന്താണ്, വിഷയം എന്താണ്? രാത്രി പറഞ്ഞാട്ട് കർത്താവേ, നീ ഒരു അത്ഭുതമാ, നിനക്ക് മാത്രമേ അത്ഭുതം ചെയ്യാൻ കഴിയത്തുള്ളൂ. രാത്രി അത്ഭുതം പ്രവർത്തിക്കാൻ പോവുക. ജീവിതത്തിൽ ഇന്ന് വരെയും
പ്രയാസങ്ങളും വേദനകളും നിരാശകളുമായിട്ട് ഇതുവരെ ഒരു കാര്യത്തിനും മാറ്റമുണ്ടായിട്ടില്ലെങ്കിൽ, അതെ പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത വിഷയങ്ങളുമായിട്ടിരിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രിയിൽ ആത്മാവിൽ പറ, എൻ്റെ യേശു ഒരു അത്ഭുതമാ, അതൊരു അതിശയ വിഷയമാക്കി തീർക്കാൻ പോകുക, ഒരു അത്ഭുത സാക്ഷ്യമാക്കി തീർക്കാൻ പോകുക. എല്ലാ കരങ്ങളും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ തലമുറകൾ അത്ഭുത വിഷയമാക്കി ദൈവം മാറ്റാൻ പോകുക, അതിശയമാക്കി മാറ്റാൻ പോകുക. നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവസഭകളെ ദൈവം അതിശയമാക്കി പരിശുദ്ധാത്മാവിനെ പരിപോഷിപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താൻ മാത്രം അത്ഭുതം ചെയ്യുന്നവനായി ഇസ്രായേലിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തു വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവാം ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധാത്മാവാം ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ വചന ശുശ്രൂഷ വിരാമിടുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് ശുശ്രൂഷ നിർവഹിക്കുന്നയാള് ഇതിൽ നിർവഹിക്കണമേ എന്ന് വിജയമായിട്ട് അപേക്ഷിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക്